അനുഗ്രഹീതമായ ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. പണ്ട് വേദപുസ്തക രചനയുടെ, വിശേഷിച്ച് പുതുനിയമ രചനയുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധങ്ങളായ 3 നഗരങ്ങൾ സമ്പന്ന നഗരങ്ങളായിരുന്നു. അവ ഏതോചിതം കൊരിന്ത്, മറ്റൊന്ന് എഫസോസ്, ഇനിയൊന്ന് ഫിലിപ്പിയ എന്നിവയായിരുന്നു. അനവധി പ്രസിദ്ധങ്ങളായ നഗരങ്ങളുണ്ട്. തെസ്സലോനിക്ക, അഥേന, ഇങ്ങനെയൊക്കെയുള്ള നഗരങ്ങൾ. ഇതിൽ കൊരിന്ത് ഒരു കൊമേഴ്സ്യൽ നഗരം അഥവാ വാണിജ്യ പട്ടണമായിരുന്നു. അതൊരു തുറമുഖ നഗരം കൂടിയായിരുന്നു. കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കാനും മറ്റ് പല നിലകളിൽ അതിലേക്ക് കയറ്റിറക്കുകൾ നിരത്താനും ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ വാണിജ്യ നഗരം അതായിരുന്നു കൊരിന്ത്. ഇനി സുപ്രധാനമായ രണ്ടാമത്തെ നഗരം എഫസോസ് ആയിരുന്നു. ഏഷ്യ മൈനറിലെ അക്കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്ന നഗരം എഫസോസ് ആയിരുന്നു. ഈ എഫേസോസ് നഗരത്തിന് ഏഷ്യ മൈനറിലെ ഏറ്റവും സമ്പന്ന നഗരമായതുകൊണ്ട് ഏഷ്യയുടെ ഖജനാവ് എന്ന് വിളിച്ചു വന്നു. ഏഷ്യ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഏഷ്യ മൈനർ അല്ല. തുർക്കി, ഗ്രീസ്, ഈ ഭൂപ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ മേഖലയുടെ അന്നത്തെ പേരാണ് ആസ്യ അഥവാ ഏഷ്യ. ആ ഏഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന പട്ടണമായിരുന്നു എഫസോസ്. ആ എഫസോസിനെ കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിലെ ഈ ചിന്ത സംബന്ധിച്ചും ഞാൻ ചില വസ്തുതകൾ ഈ സമാപന രാത്രിയിൽ നിങ്ങളുമായി പങ്കിടാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എഫസോസ് പട്ടണം സമ്പന്നമായിരുന്നു എന്ന് മാത്രമല്ല, വളരെ ആകർഷണീയമായ ഒരു ഹൈവേ ഈ പട്ടണത്തിൻ്റെ 2 ഇടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏഷ്യയുടെ ഇതര ഇടങ്ങളിലേക്ക് പോകത്തക്ക വിധം ആ റോഡുകളൊക്കെ വന്ന് സംയോജിക്കുന്ന ഇടമായി എഫസോസ് മാറിയിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുണ്ട്. വാസ്തവത്തിൽ അക്കാലഘട്ടത്തിൽ അവിടെ 10 സഭകളുണ്ടായിരുന്നു. ആ 10 സഭകളിൽ 7 സഭകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിൽ ദൂതറിയിക്കുന്നത്. ഈ ഇടങ്ങളിലേക്കെല്ലാം പോകാൻ കഴിയത്തക്ക വിധം ഇവയുടെ നടുക്കായിരുന്നു ഈ പട്ടണത്തിൻ്റെ കിടപ്പ്. ബാക്കിയുള്ള 7 സഭകളും ഈ എഫസോസ് പട്ടണത്തിന് ചുറ്റുമായിരുന്നു. 6 സഭകളും. തലയുയർത്തി നോക്കിയാൽ ഈ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് കാണാനാവില്ലെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് ആ ഭൂപടം കിടക്കുന്നത്. ചുറ്റുമുള്ള ഇടങ്ങളിൽ ഇങ്ങനെ ധാരാളമായി കിടക്കുന്ന 6 സഭകൾ, നടുക്ക് എഫസോസ്. 10 സഭകൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 7 സഭകളുടെ കണക്കാണ്. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഈ നഗരങ്ങളെല്ലാം തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന വിശാലമായ ഒരു ഹൈവേ എന്ന് പറയുമ്പോൾ അന്ന് മോട്ടോർ വാഹനങ്ങളില്ലെന്ന് നമുക്കറിയാം. പകരം മൃഗങ്ങൾ കെട്ടിവലിക്കുന്ന വണ്ടികൾ, അവ യഥോചിതം പോകേണ്ടതിന്, കുതിരവണ്ടികൾ, കാളവണ്ടികളൊക്കെ പോകേണ്ടതിന്, ഒട്ടകപ്പുറത്ത് സാധന സാമഗ്രികൾ കയറ്റി പോകേണ്ടതിന് ഒക്കെ കഴിയുന്ന തരത്തിലെ നല്ല വഴികൾ. ഈ റോഡിൻ്റെ ഇരുഭാഗത്തും തണൽ മരങ്ങളും ഫലദായകങ്ങളായ വൃക്ഷങ്ങളുമൊക്കെ വച്ച് മൂടി പിടിപ്പിച്ച ഭംഗിയുള്ള ഒരു നഗരവും റോഡുമൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഉള്ളടക്കത്തിലേക്ക് വരാം. ഈ നഗരം
സമ്പന്നമാകുന്നതിൻ്റെ പിന്നിൽ 3 സുപ്രധാന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ഈ വചനത്തിനകത്തേക്ക് കിടക്കാൻ. കാരണം ഈ വചനം പറയാ, അല്ലയോ എഫെസോസ് സഭയെ, ഗുണപരമായ ചില ശ്രദ്ധേയങ്ങളായ ചില കാര്യങ്ങൾ നിന്നിലുണ്ട്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന വ്യാജേന അകത്ത് കടന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. നിനക്ക് സഹിഷ്ണുതയുണ്ട്, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ട് പറയാണ്. പക്ഷേ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആ കുറ്റം നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് കാണുന്നു. എന്നിട്ട് പറയാണ്, നീ ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത് എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇല്ല ഞാൻ വേഗം വരികയും നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് എടുത്തു നീക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പിൻ്റെ വചനമാണിത്. ഈ നഗരത്തെയും അനുബന്ധ സംഭവങ്ങളെയും ഒക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എത്രമാത്രം ഈ സഭ ഒരിക്കൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു എന്ന്. എന്താണ് അവർക്കിപ്പോൾ പറ്റിയത്? അവിടെ നേരിടുന്ന വിപത്തെന്താ? അവിടുത്തെ സാമൂഹ്യ പ്രശ്നമെന്താ? നിരവധിയായ ഇത്തരം കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഒരു ക്രൈസ്തവ സഭയുണ്ട്. ആ സഭ പല പേരുകളിൽ പല വിഭാഗങ്ങളായി ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും ക്രിസ്തീയ സഭയുടെ ഉള്ളടക്കം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ കരഗതമാക്കി അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്ന ഏതൊരാളും ആ സഭയുടെ അംഗങ്ങളാണ്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ, മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ സഭയെന്ന മഹത്തരമായ ആ സൗധത്തിനും ഏകദേശം 2000 ആണ്ടുകളുടെ പ്രായം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ. എന്ന് വച്ചാൽ എഫെസോസിലോ കൊരിന്തിലോ അതുപോലെ തന്നെ പെർഗമോസിലോ തുയത്തൈരയിലോ ഒക്കെ സഭ രൂപപ്പെട്ട ഏതാണ്ട് അതേ കാലയളവിൽ ഇന്ത്യയിലും ഒരു ക്രിസ്തീയ സഭ രൂപപ്പെട്ടിരുന്നു എന്നാണ് പരമ്പരാഗതമായി ഇന്ത്യയിലെ ക്രൈസ്തവർ വിശ്വസിച്ചു പോരുന്നത്. 2000 ആണ്ടുകൾ ഇന്ന് പിന്നിട്ട് 2026 നമ്മൾ കടക്കുമ്പോൾ ഇന്ത്യ ആസകലമുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഇതുവരെ കാണാത്ത ഒരു വലിയ പരിശോധനയിലേക്ക്, ഒരു പീഡയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ ഏതാണ്ട് 1600-ലധികം ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തിലെ വിവിധ ജയിലുകളിൽ മതപരിവർത്തനം കുറ്റം ആരോപിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലം. മറുവശത്ത് ആലയങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കൊണ്ട് ഉഴുതുമറിച്ച് അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആട്ടിപ്പായിച്ച് അവരെ ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയമാക്കുന്ന കാലം. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെയുള്ള നിരവധി സുവിശേഷകര് ബീഹാറിന്റെ മണ്ണിൽ, ഗുജറാത്തിന്റെ മണ്ണിൽ, ജാർഖണ്ഡിൽ, അങ്ങനെ ഉത്തരാഖണ്ഡിലുമൊക്കെ അതിദാരുണമായ വിധത്തിൽ ജയിലറകളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വർത്തമാനകാല പരിസ്ഥിതിയിൽ ഞാനും നിങ്ങളും വന്നിരിക്കെ ഒരു കാര്യം ആമുഖമായിട്ട് ഓർത്തുകൊള്ളണം. ഇത്രയും ആളുകൾ ഈ ജയിലറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ ക്രൈസ്തവ സഭ ഇന്ത്യയിൽ കാട്ടുന്ന ഒരു പ്രാർത്ഥനയുടെ പിൻബലമുണ്ട് ആ പ്രിയപ്പെട്ടവർക്കൊക്കെ. ഞാൻ ഉണർവിനായി പ്രാർത്ഥിച്ചു, രാജ്യത്തൊരു ഉണർവുണ്ടാകാൻ പ്രാർത്ഥിച്ചു, ദേശത്തൊരു മാറ്റമുണ്ടാകാൻ പ്രാർത്ഥിച്ചു. നിരവധി ആളുകൾ യേശുവിങ്കലേക്ക് ആകർഷിക്കപ്പെടാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ടവർ ജയിലറക്കുള്ളിലേക്ക് പോകുന്ന ഒരു പരിസ്ഥിതിയാണെങ്കിൽ അത് കേട്ടിട്ട്, അത് കണ്ടിട്ട് നമുക്ക് ഭാരം ആവശ്യമില്ല. വലിയൊരു ഉണർവിൻ്റെ, വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആമുഖം കുറിക്കാൻ പ്രിയപ്പെട്ടവർ അകത്ത് കിടക്കുന്നു. അതിൻ്റെ കാരണം ദൈവവൃത്യന്മാർ കാലങ്ങൾക്കപ്പുറത്ത് ഇങ്ങനെ ജയിലിൽ കിടന്ന ഒരു ഘട്ടത്തിലാണ് ആ കാരാഗത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകിക്കൊണ്ട് ആ ജനതയുടെ നടുവിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് അപ്പോസ്തലന്മാരുടെ വലിയ പ്രവൃത്തി ചെയ്തെങ്കിൽ ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്കുക, നമ്മുടെയും ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ജീവിത പരിമിതിയിൽ നിന്ന് നമുക്ക് യേശുവിനെ ഹൃദയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണം. ദൈവവചനം കൂടുതൽ ശുഷ്കാന്തിയോടെ ഉൾക്കൊള്ളണം. വചനത്തിൻ്റെ ഉള്ളടക്കങ്ങളെ ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് വചനത്തിനൊപ്പം യാത്ര ചെയ്യണം. പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കാലം നമ്മുടെ മുമ്പിൽ സംജാതമാകാൻ പോകുകയാണ്. കർത്താവിന് വേണ്ടവരെ അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വരികയാണ്.
നാനാജാതി മതസ്ഥർക്കിടയിലേക്ക് ഈ സുവിശേഷത്തിന്റെ ചൈതന്യവത്തായ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. ആ സുവിശേഷം ഇന്ന് രാത്രി ഈ ഗ്രാമത്തിൽ പ്രസംഗിക്കുക വഴി ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം: മാരക പാപങ്ങളെ എന്നേക്കും തുടച്ചു നീക്കാൻ സുവിശേഷത്തിന് ശക്തിയുണ്ട്. എഫെസോസിൽ പ്രവർത്തിച്ച, പെർഗമോസിൽ പ്രവർത്തിച്ച, തുയത്തൈരയിൽ പ്രവർത്തിച്ച അതേ ദൈവത്തിന്റെ ശക്തി ഇന്നിവിടെയും വ്യാപരിക്കുമ്പോൾ ഞാനും നിങ്ങളും അറിഞ്ഞ സുവിശേഷത്തിന്റെ മഹത്തരമായ ഉള്ളടക്കം, ആശയം, അതിൻ്റെ പൊരുൾ തിരിച്ച് നമുക്ക് ഉലകത്തോട് വിളിച്ചു പറയാം. സുവിശേഷം എന്താണ്? അത് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയാണ്. ആ രക്ഷ കരഗതമാക്കി നമുക്ക് രക്ഷയുടെ സന്തോഷത്തിന്റെ പോഷണത്തിന്റെ ഭാഗമായി പറയാം: മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമമാണ്. യേശുവിന്റെ തിരുനാമം ഉയർത്തപ്പെടുന്ന ഇടത്ത് എല്ലാ ഇരുട്ടിന്റെ ശക്തികളും ദൂരീകരിക്കപ്പെടും. യേശുവിനെ ഉയർത്തുന്ന ഇടത്ത് എല്ലാത്തരം അജ്ഞതയും മാറിപ്പോകും. യേശുവിനെ ഉയർത്തുന്ന ഇടത്ത് എല്ലാത്തരം സാധാന്യ പദ്ധതികളും മാറിപ്പോകും. ഇതാ, പ്രവർത്തിക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെയുണ്ട്. ഇടപെടുന്ന ഒരു യേശു നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെയുണ്ട്. ഞാനും നിങ്ങളും പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കാത് കൂർപ്പിച്ചിരുന്ന് ഉത്തരം പറയുന്ന, മറുപടി പറയുന്ന മഹാദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് ഈ ദേശത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. വചനം കേൾക്കുന്ന നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നാളിതുവരെയായി നിങ്ങൾ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം ഈ വചനത്തിൽ നിങ്ങൾക്കിന്ന് കിട്ടാൻ പോവുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ പരാജിതരാകാം, ദുഃഖിതരാകാം, ആശങ്കകളുടെ മുൾമുനയിൽ നിൽക്കുന്ന സഹോദരങ്ങളാകാം. ഒന്നുറപ്പിച്ചുകൊള്ളൂ: ഈ 3 രാത്രികളിലെ പാട്ട്, ഇവിടെ കേട്ട ദൈവത്തിൻ്റെ വചനം, ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അടുത്തടുത്തുള്ള വീടുകളെ, അത് കേട്ടവരെ, കാതുകൂർപ്പിച്ചിരുന്നവരെയൊക്കെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലുള്ള അനൈക്യതയൊക്കെ മാറി ഛിദ്രിപ്പിക്കുന്ന ആത്മാവ് ഭവനത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ദുഷ്ട പോരാട്ടങ്ങളൊക്കെ മാറി കുടുംബം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് ദൈവം സഭ ഒരുക്കുകയാണ്. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുക. ദൈവം ഇന്ന് രാത്രി വലിയ ചെയ്യട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് വലിയ പ്രവൃത്തികൾ ചെയ്യട്ടെ. നമുക്ക് എഫെസോസിലേക്ക് ഒന്ന് മടങ്ങി വരാം. ആ സ്ഥലം ഒന്നുകൂടെ പരിചയപ്പെടാം. ഞാൻ പറഞ്ഞു, വിശാലമായ ഒരു ഹൈവേ അവിടെ ഉണ്ട്. അവിടെ ധാരാളം വാണിജ്യ ഇടപാടുകൾ നടന്ന് ആ പട്ടണം സമ്പന്നമായിട്ടുണ്ട്. എങ്കിലും എടുത്തു പറയത്തക്ക 3 കാരണങ്ങളാൽ ഈ പട്ടണം ധനാഢ്യമായ, സമ്പന്നമായ ഒരു പരിസ്ഥിതിയിലേക്ക് ഉയർന്നു. എന്തൊക്കെയായിരുന്നു ആ സമ്പദ്സ്ഥിതി അഭിവൃദ്ധിപ്പെടാനുള്ള 3 കാരണങ്ങൾ? ഞാനവ ചുരുക്കി പറയാം. ഈ പട്ടണത്തിൽ ആളുകൾ ഒരു തരം പ്രത്യേക ആരാധനാ രീതി അവലംബിച്ചു പോന്നിരുന്നു. ഒരു തീർത്ഥാടന കേന്ദ്രം ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രതിഷ്ഠയുടെ പേര് അർത്തമിസ് എന്നായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നു. ഈ അർത്തമിസ് എന്ന് പറയുന്ന അന്നാട്ടുകാരുടെ ദേവതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു സ്ത്രീ ദേവതയായിരിക്കുമ്പോൾ തന്നെ ഈ ദേവതയുടെ പൂജാതികർമ്മങ്ങളും അവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷയും ഒക്കെ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെ ആയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടുത്തെ പ്രതിഷ്ഠ ഒരു സ്ത്രീയാണ്. അവിടെ ശുശ്രൂഷ കർമ്മങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളാണ്. അത് ഒരു വലിയ 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 ആരാധനാ സമുച്ചയമായിരുന്നു. ഒരു ഘട്ടത്തിൽ അവിടുത്തെ പൗരോഹിത്യ അനുഷ്ഠാനത്തിന് വേണ്ടി ഈ ആലയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന അന്തേവാസികളായ സ്ത്രീകളുടെ എണ്ണം കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. 16,000 ആളുകൾ, സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. 16,000 സ്ത്രീകൾ അങ്ങനെ വസിക്കുന്ന ഒരു ഭൂപ്രദേശത്തെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. എത്ര ബൃഹത്തായ കെട്ടിടങ്ങൾ വേണം, എത്ര ഏക്കർ ലാൻഡ് വേണം. ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത ഒരു വെണ്ണക്കല്ലിൽ തീർത്ത ശില്പമായിരുന്നു. ഒരു പടുകൂറ്റൻ ശില്പം. ഭീമാകാര രൂപിയായ ഒരു സ്ത്രീയുടെ നഗ്ന പ്രതിമയായിരുന്നു. അസാധാരണമായ ആ പ്രതിമയുടെ വലിപ്പം നിമിത്തം ആളുകൾ കരുതിപ്പോന്നു, ഇത് മനുഷ്യൻ പണി കഴിപ്പിച്ച ഒരു ശില്പമല്ല, മറിച്ച് ആകാശരാജ്ഞിയായിരുന്ന അർത്തമീസ്
മനുഷ്യരോടുള്ള താല്പര്യം നിമിത്തം ഭൂമിയിൽ അവതരിച്ചു വന്ന് സ്ഥാനമുറപ്പിച്ചത് എഫെസോസിലാണ്. അതുകൊണ്ട് അവർ ഒരു പേരിട്ടു, ആകാശരാജ്ഞി. ഇതും അപ്പോസ്തല പ്രവൃത്തിയുടെ വായനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അർത്തമീസ്. അർത്തമീസിനെ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്ന, അവിടുത്തെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും നിർവഹിക്കുന്നത് സ്ത്രീകളാണ്. പക്ഷേ ആരാധനയ്ക്ക് വേണ്ടി, വഴിപാടുകൾക്ക് വേണ്ടി, കർമാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ആർക്കും വരാം, പുരുഷന്മാർക്കും വരാം. അങ്ങനെ ധാരാളം പുരുഷന്മാരും അവിടെ വരും. പക്ഷെ അവിടുത്തെ ആരാധന രീതികൾ ഒരു പൊതുജന സമക്ഷം വിശദീകരിക്കാൻ കഴിയാത്ത വിധം അധർമ്മം നിറഞ്ഞതായിരുന്നു. അധർമ്മം നിറഞ്ഞതായിരുന്നു. അധാർമികമായ ഇടപെടലുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമാണെന്ന് ചിന്തിച്ചു പോന്ന ഒരു പൈശാചിക അനുഭവത്തിൻ്റെ കേന്ദ്രമായിരുന്നു അർത്തമീസ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, അടുത്തതായിരുന്നു അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. ആ നാട്ടിൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിച്ചാൽ ആ പെൺകുട്ടിയെ അർത്തമീസിന് സമർപ്പിക്കൽ എന്നൊരു ചടങ്ങുണ്ട്. 3 വയസ്സാണ് പ്രായം കുഞ്ഞിൻ്റെ. ആ കുഞ്ഞിനെ കൊണ്ട് എഫെസോസ് പട്ടണത്തിൻ്റെ ഹൃദയത്തിലുള്ള അർത്തമീസിൻ്റെ ദേവാലയത്തിൽ അർപ്പണം ചെയ്തു പോന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്ക് വീടുമായി ബന്ധമില്ല. അവൾ ഈ സ്ഥാപനത്തിൽ വളരും. അവിടെയാണ് അവളുടെ ജീവിതം. അങ്ങനെ ഈ കൊച്ചുകുട്ടി ക്രമേണ അവിടെ നടക്കുന്ന അധർമ്മത്തിൻ്റെ ഭാഗമായി മാറണം. ഇതാണ് ആരാധന. ഇനി ഈ രൂപത്തിൽ വീണ്ടും വീണ്ടും കുട്ടികൾ ജനിച്ചാൽ അത് പെൺകുട്ടികളെങ്കിൽ അർത്തമീസിൻ്റെ ആലയ സമുച്ചയത്തിൽ അതിനെ സ്വീകരിക്കും. ആൺകുട്ടിയെങ്കിൽ അതിനെ പുറത്തു കളയണം. പുറത്തു കളഞ്ഞാൽ ഒരു കുട്ടി ചിലപ്പോൾ ഭൂരിപക്ഷ സമയങ്ങളിലും വഴി കിടന്ന് ഉറുമ്പ് കടിയേറ്റ് കാക്കകൾ കൊത്തി, പക്ഷികൾ കൊത്തിപ്പറിച്ച്, നായ്ക്കൾ കടിച്ചു കീറിയൊക്കെ ചത്തുപോകും. അപൂർവമായി ചിലതിനെ സംരക്ഷിക്കും. അങ്ങനെ ധാരാളം ആൺകുട്ടികൾ ആ പരിസരത്തുണ്ടായിരുന്നു. ഇവരെ ഒരു പൊതുശല്യമായി നാട്ടുകാർ കരുതിപ്പോന്നു. കാരണം ഇവരെ പരിരക്ഷിക്കാൻ ആരുമില്ല, അവരെ സന്തോഷിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അവർ സംഘം ചേർന്ന് കടകമ്പോളങ്ങളിൽ കടന്ന് ഭക്ഷണ സാമഗ്രികൾ എടുത്ത് കഴിച്ചും അക്രമങ്ങൾ നടത്തിയും ഒരുതരം ക്രിമിനൽ വൽക്കരണം അവർക്കിടയിൽ രൂപപ്പെട്ടു. ഈ കുട്ടികളെ വിളിച്ച പേര് അർത്തമീസിൻ്റെ മക്കൾ എന്നായിരുന്നു. അർത്തമീസിൻ്റെ മക്കൾ. അർത്തമീസിൻ്റെ മക്കൾ എന്നത് ബഹുമാന പുരസരം വിളിക്കുന്നതല്ല. അപ്പനാര് അമ്മയാര് എന്നൊന്നും അറിയാത്ത കുറേ മനുഷ്യർ കാലക്രമേണ ഈ സ്ഥലത്തെല്ലാം ഈ ക്രിമിനൽ സംഘങ്ങളായി ഈ കുഞ്ഞുങ്ങളുടെ എണ്ണം പെരുകി. നിങ്ങൾ ഓർത്ത് നോക്കണം, ഒരു നാട് കടന്നു പോകുന്ന പരിസ്ഥിതിയുടെ ഭീകരത എത്ര വലുതാണ്. ഞാൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഒരു 2 കാര്യം കൂടി പെട്ടെന്ന് പറയാം. ഇങ്ങനെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകളുടെ തിക്കും തിരക്കും, അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങളുടെ വിറ്റഴിവ്, ആഹാര പദാർത്ഥങ്ങൾ വിറ്റഴിക്കുന്ന കടകമ്പോളങ്ങൾ, അവ നിമിത്തം ഈ പട്ടണം സമ്പന്നമായി. ഒന്നാമത്തെ കാരണം അർത്തമീസ്. രണ്ടാമത്തെ രസകരമായൊരു കാര്യമാണ്, ഇവിടെ ഒരു കാളയും മനുഷ്യനും തമ്മിൽ മല്ല് കെട്ടുന്ന, ഏറ്റുമുട്ടുന്ന ഒരു പന്തയക്കളരി ഉണ്ടായിരുന്നു, ധാരാളമുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം പരിശീലനം സിദ്ധിച്ച മല്ലന്മാർ, ആയോധന കലാ വിദഗ്ധന്മാർ കാളക്കൊമ്പനുമായി നേർക്കുന്നു. കാളയുമായി ഏറ്റുമുട്ടി ഒടുവിൽ കാളയുടെ കൊമ്പിൽ പിടിച്ചു മല്ലൻ അതിനെ കീഴടക്കണം. കീഴടക്കിയില്ലേ കുഴപ്പമൊന്നുമില്ല. കാള അവനെ കുത്തി മലർത്തി അവനെ കൊമ്പിൽ കോർത്ത് ചവിട്ടി താഴെയിട്ട് കൊന്നുകളയും. അവൻ ചത്താൽ ആർക്കും വിഷയമില്ല. കാരണം ഇത് അടിമകളുടെ ഒരു കലാപ്രകടനമാണ്. അടിമ മരിച്ചാൽ ആർക്കെന്ത്? ഇതിനു വേണ്ടി അന്നത്തെ പ്രമാണിമാർ തങ്ങളുടെ അടിമകൾക്ക് ഭക്ഷണം കൊടുത്ത് ശരീരം തടിപ്പിച്ച് കൊഴുപ്പിച്ച് ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് കൊണ്ടുവരും. എന്നിട്ട് കലാപ്രകടനം കാണാനിരിക്കുന്ന ആളുകൾ
ഇത് കണ്ട് പന്തയം വെക്കും. ആരാ ജയിക്കുക? അടിമ ജയിക്കുമോ കാള ജയിക്കുമോ? അപൂർവഘട്ടങ്ങളിൽ മല്ലൻ ജയിക്കും, ചിലപ്പോൾ കാള ജയിക്കും. കാളയാ മിക്കപ്പോഴും ജയിക്കുന്നത്. ഇനി അതിൽ തന്നെ പന്തയം വീണ്ടും. കാള ഒറ്റക്കുത്തിന് കൊല്ലുമോ, ചവിട്ടിക്കൊല്ലുമോ, എടുത്തെറിയുമോ, മുറിവ് പറ്റിയാൽ ഇവൻ രക്ഷപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് 100,000 പന്തയങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കും. ബൈബിളിൽ പറയാ, ഞാൻ എഫസോസിൽ വച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷികമെന്ന് വരികിൽ. വായിച്ചിട്ടുണ്ടല്ലോ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ. എഫസോസ് മൃഗയുദ്ധത്തിൻ്റെ ഒരു ഗോധയായിരുന്നു. ഇതുണ്ടാക്കുന്ന അസ്വസ്ഥത എന്തെന്ന് പറയാം. തീരെ സമ്പന്നരല്ലാത്ത മനുഷ്യര് പന്തയക്കളരിയിൽ മുതലിറക്കി പന്തയത്തിലേർപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അവൻ പറയുന്നത് പോലെ വിജയിച്ചു പോയാൽ നോക്കി നിൽക്ക സ്വർണ്ണക്കിഴികൾ, ധാരാളം ഭൂസ്വത്തുക്കളൊക്കെ സ്വന്തമാക്കി ദരിദ്രന്മാർക്ക് ലോട്ടറി അടിക്കുന്ന അനുഭവം പോലെ ആയിത്തീരും. മറുവശത്ത് സമ്പന്നൻ്റെ അവസ്ഥയുണ്ട്. കോടികൾ നശിപ്പിക്കുന്ന ആളുകൾ, എന്നിട്ട് നിരാശരായിത്തീരുന്ന ആളുകൾ, ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യര്, ഒടുക്കം ഈ ചൂതുകളിൽ ഏർപ്പെട്ട് മാനസിക നില തെറ്റി തങ്ങൾക്കുള്ള ഭൂമി, തങ്ങൾക്കുള്ള സകലതും കൊണ്ട് പണയം വെച്ച് വിൽക്കാനൊന്നുമില്ലാതെ മക്കളെയും ഭാര്യയുമൊക്കെ തെരുവിൽ വിലപേശി വിൽക്കുന്ന മനുഷ്യര് ഈ പന്തയക്കളത്തിൽ ഇറങ്ങി പോരടിക്കുന്ന മല്ലൻ്റെ പേരിനാൽ ഈ പ്രോഗ്രാം അറിയപ്പെട്ടു. അവൻ്റെ പേരാണ് ഗ്ലാഡിയേറ്റർ. നിങ്ങൾ വേണ്ടൊരു ബൈക്ക് കണ്ടാണ് ഗ്ലാഡിയേറ്റർ, യമഹയുടെ. എൻ്റെ ഹാൻഡിൽ നോക്കിയാൽ മനസ്സിലാകും, അത് കാളക്കുറ്റൻ്റെ കൊമ്പ് പോലാണ്. ഈ ഗോതയിൽ ഏറ്റുമുട്ടുന്ന മല്ലനും കാളയും. ഈ പ്രോഗ്രാം നാടിനെ സമ്പന്നമാക്കി. മൂന്നാമത്തത് കുറേ രസകരമാണ്. രസകരമെന്ന് പറഞ്ഞാലും അത് ഭീകരതയുണ്ട്. എന്താണെന്നറിയണ്ടേ? നിങ്ങൾക്ക് ഒരു ശത്രു ഉണ്ടെന്നിരിക്കട്ടെ, അയൽക്കാരനാകാം, ബന്ധുവാകാം, ആരുമാകാം. ശത്രുവായി തീർന്ന മനുഷ്യനെ, അയാളെ വകവരുത്താൻ വേണ്ടി, ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു പറ്റം മാന്ത്രികന്മാർ എഫസോസിൽ ജീവിച്ചിരുന്നു. ആ മാന്ത്രികന്മാർ അടിയിലേക്ക് നിങ്ങൾ ചെന്നാൽ പണം കൊടുത്ത് അവിടുന്ന് ഒരു കല്ല് വാങ്ങണം. ഒരു ചെറിയ പലക പോലുള്ളൊരു കല്ല്, ഒരു പീസ് കല്ലിൻ്റെ പൈസ അടച്ചു വന്നിട്ട് നിങ്ങളുടെ ശത്രുവിൻ്റെ പേര് അയാൾ ചോദിക്കും. പേര് പറയുമ്പോൾ അയാൾ ആ പേരതിൽ എഴുതും. എഴുതിയിട്ട് അദ്ദേഹം വളർത്തുന്ന ഒരു സർപ്പത്തെ പുറത്തെടുത്ത് ഈ പേരിലേക്ക് കൊത്താൻ പറയും. ഈ പേരിൽ സർപ്പം ഇങ്ങനെ കൊത്തി 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 അങ്ങനെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്തുള്ള നിങ്ങളുടെ ശത്രു ഈ വിഷബാധ ഘട്ടം ഘട്ടമായി ഏറ്റ് അയാൾക്ക് കുടുംബത്തിലും ജീവിതത്തിലും പതുക്കെ പതുക്കെ ദുരിതം വന്ന് കാലക്രമേണ മാരക രോഗത്തിനടിമപ്പെട്ട് മരിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചു വന്നു. ഈ ആളുകൾ പൂജിച്ച് ആരാധിച്ചു പോരുന്ന ആ മാന്ത്രികന്മാരുടെ ദേവതയുടെ പേര് അസ്കലയോപയസ് എന്നായിരുന്നു. എങ്ങനെ? അത് നിങ്ങളീ പലരും കണ്ടിട്ടുണ്ട്. അസ്കലയോപയസ് എന്താണ്? നേഴ്സുമാരുണ്ടെങ്കിൽ, ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അല്ല വേണ്ട, ഇതൊന്നും വേണ്ട, ആംബുലൻസ് കാണുന്ന ആളുകളാണല്ലോ നമ്മൾ. ഈ ആംബുലൻസിൻ്റെ സൈഡിൽ ഒരു പാമ്പും ഒരു വടിയും കൂടെ പിണഞ്ഞിരിക്കുന്ന ചിത്രമില്ലേ, അവൻ തന്നെ അസ്കലയോപയസ്. ഗ്രീസിലെ ഒരു ഗോഡാണ്. ഇങ്ങനെ 3 ശക്തികൾ, ഈ 3 ശക്തികളെ പൂജിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്തരം ഇരുട്ടിൻ്റെ കേന്ദ്രത്തിൽ വേണം അന്നത്തെ കാലത്ത് ദൈവപുരുഷന്മാർക്ക് ഇറങ്ങി യേശുവിനെ ഉയർത്താൻ. എന്തെല്ലാം എതിർപ്പുകളാണെന്നോർത്ത്. അവിടെ പോയിട്ട് യേശുവിനെ പ്രസംഗിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവസഭയ്ക്ക് ആരംഭം കുറിച്ച കർത്തൃദാസൻ്റെ പേര് അപ്പല്ലോസ് എന്നായിരുന്നു. അപ്പല്ലോസ് എന്ന ദൈവവൃത്യൻ ഈ ഭൂപ്രദേശത്ത് പ്രവർത്തിച്ചു, പ്രസംഗിച്ചു. ധാരാളം മാന്ത്രിക വടി വലിച്ചെറിഞ്ഞ് അസ്കലയോപയസിനെ തിരസ്കരിച്ച് ഇത്തരം ഭൂതാത്മാക്കളോട് വിട പറഞ്ഞ് സംശുദ്ധിയുള്ള മനസ്സിൻ്റെ ഉടമകളായി യേശുവിനെ സ്വീകരിച്ചു. അനവധി മല്ലന്മാർ
ഈ മല്ലുകെട്ട് നിർത്തി, പോരാട്ടം നിർത്തി. അവർ സത്യസുവിശേഷത്തിൻ്റെ വഴി അണഞ്ഞു. തെരുവീതിയിൽ ആ നാടിനെ മുഴുവൻ തകർക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ചെറുപ്പക്കാര് അവരെന്നേക്കും പാപകർമ്മങ്ങളോട് വിട പറഞ്ഞ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി മാറി. ഇതിനകത്ത് കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് വരുന്ന ദേവദാസിമാരായ സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകൾ പാപത്തെക്കുറിച്ച് അനുതപിച്ച് പശ്ചാത്തപിച്ച് യേശുവിൻ്റെ പാത തിരഞ്ഞെടുത്തു. ഇവർ കൂടി രൂപീകരിച്ച സഭയുടെ പേരാണ് എഫെസോസിലെ സഭ. എഫെസോസിലെ ഈ മഹത്തരമായ സഭയെ നോക്കിക്കൊണ്ട് അപ്പോസ്തലൻ പറയുക, ആത്മാവിൽ ദൂതറിയിക്കുക, അല്ലെങ്കിൽ യേശു തന്നെ പറയുക, അവിടുത്തെ ആത്മാവ് പറയുക, ഒരിക്കൽ അവഗണിക്കപ്പെട്ട് കിടന്ന നിനക്ക്, സ്വീകാര്യത നഷ്ടപ്പെട്ട നിനക്ക്, വിലയും നിലയും നഷ്ടപ്പെട്ട നിനക്ക് ഞാൻ ഉള്ളിൽ വന്നപ്പോൾ കിട്ടിയ ആത്മസന്തോഷത്തിന്റെ സായുജ്യത്തിന്റെ പരിണിത ഫലമായി നീ ഏറ്റെടുത്ത രക്ഷ എന്ന ദൈവിക ദാനമുണ്ടല്ലോ, അന്ന് അനുഭവിച്ച ആ രക്ഷയുടെ സുഖമുണ്ടല്ലോ, ഇന്നേ നീ ഒരല്പം ക്ഷീണിച്ചു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി, നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് ഒന്ന് മടങ്ങണം. ഈ ചിന്തയാണ് ഈ പറയുന്ന ഭാഗത്തെ ഉള്ളടക്കം. സന്തോഷമാണോ കേൾക്കാൻ? ഈ സൗണ്ട് അങ്ങോട്ടൊരു സുഖമില്ല, ഏതാണ്ടൊക്കെ കുഴപ്പമുണ്ട്. ഞാനും നല്ല സുഖമില്ലാത്തൊരന്തരീക്ഷത്തിലാണ്. വാക്ക് പറഞ്ഞതുകൊണ്ട് വന്നതാണ്, ആബ്സെൻ്റ് ആകുന്ന മനഃപൂർവ്വമല്ല. 9 hours ഞാൻ സുഖമില്ലാതിരുന്നു. 2 weeks റെസ്റ്റ് പറഞ്ഞു. ഞാൻ 4ാം ദിവസം മുതൽ ഇറങ്ങിത്തുടങ്ങി. അങ്ങനെയാ, അല്ല ഇവിടെ വരാതെ മറ്റൊരിടത്ത് പോയൊന്നുമില്ല. അതുകൊണ്ട് അല്പ ക്ഷീണമുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ബാക്കി ഭാഗം നമുക്ക് പറഞ്ഞ് പൂർത്തീകരിക്കണം. അപ്പോഴേ തിരികെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കൊള്ളാം, നന്നായിരിക്കുന്നു, താങ്ക്സ്. എഫെസോസ് എന്നറിയപ്പെടുന്ന ആ സ്ഥലം സമ്പന്നമാകുന്നതിൻ്റെ പിന്നിലെ സുപ്രധാനങ്ങളായ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 അർത്തമിസ്, 2 ഗ്ലാഡിയേറ്റർ, 3 അവിടെയുള്ള അസ്കലയോപ്പയസിനെ പൂജിക്കുന്ന മാന്ത്രികന്മാർ. ഏറ്റവും ചിന്താർഹമായ കാര്യം, പ്രശ്നകലുഷിതമായി കിടന്ന ആ നാട് എന്നും ഏത് ഘട്ടത്തിലും ഒരുതരം നിരാശ്രയ ബോധം അവിടെയുള്ള ജനങ്ങളെ ഭരിച്ചു. ഒരു ഭാഗത്ത് വലിയ സമ്പത്തിൻ്റെ ആധിക്യം, വലിയ തിരക്ക്, ആകർഷണീയമായ കലാപരിപാടികൾ, വിനോദങ്ങൾ, മേളകൾ, ജനസഞ്ചയങ്ങൾ ഒത്തുചേരുന്ന മഹാസമ്മേളനങ്ങൾ, മാമാങ്കങ്ങൾ. മറുവശത്ത് സ്വസ്ഥത നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ നേർചിത്രം. ഇതാണ് സമകാലിക ഇന്ത്യയിലും കാണുക. നമ്മൾ കണ്ടു, ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെ പരിണിത ഫലമായി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. 22 വയസ്സുള്ളൊരു കുട്ടി അയാളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പരിഹസിച്ച് അത് സമ്മർദ്ദം സഹിക്കാനാവാതെ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ ഹർത്താലും മറ്റു കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, നമ്മൾ ഈ ഗുണ്ട ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളിനെ ഓടി വന്ന് വാളുകൊണ്ടോ വടികൊണ്ടോ ആയുധം വല്ലവും പ്രയോഗിച്ചോ ഉപദ്രവിച്ച് കൊല്ലുക. പക്ഷെ അതിലും ഭീകരമാണ് ഒരുവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. കാരണം ഈ ഗുണ്ട 1 മിനിറ്റ് കൊണ്ട് പണി തീർത്തു പോയി. പക്ഷെ മറ്റേ മാഷം തച്ചത് ഇഞ്ചിഞ്ചായി ആ ചെറുപ്പക്കാരനെ കൊന്നു. അസഹനീയമായ വേദനകൾക്കൊടുവിൽ അവൻ ഈ ലോകം വിട്ടുപോയി, പ്രാണൻ നഷ്ടപ്പെടുത്തി. മറ്റൊരു വാർത്ത കൂടി നമ്മൾ കണ്ടു. സഹോദരിയുടെ പേരിൽ കിടന്ന 20,000 ഉറുപ്പിക ബാങ്ക് കൊടുക്കുന്നില്ല. ആരുടെയും കുട്ടി വാ, മരിച്ചു എന്ന് പറയാനെന്നത് കേൾക്കാൻ പോലും തയ്യാറില്ലാതെ
അയാളെ നിരാകരിക്കുന്ന, ദയ നഷ്ടപ്പെട്ട ഒരു വ്യവഹാര ഭൂമി. അയാൾ തൻ്റെ സഹോദരിയുടെ ശവശരീരം മാന്തിയെടുത്ത് നേരെ ചെന്നൊരു പ്രതിഷേധയോ പോലെ മാനേജരെ കാണുന്നു. ആരുടെയും കരളലിയിക്കുന്ന നിരവധി കാഴ്ചകൾ. വീണ്ടും ചില കാഴ്ചകൾ ഇന്ത്യ മഹാരാജ്യത്ത് കാണാം. പിഞ്ചോമനകളുടെ ശവമടക്കാൻ സൈക്കിളിൽ ഈ ശവശരീരം വെച്ച് കെട്ടി കിലോമീറ്റർ നടക്കേണ്ടി വരുന്ന മനുഷ്യരെ ചവിട്ടി. ഭാര്യയുടെ ശവം ഭർത്താവും തൻ്റെ മക്കളുമൊക്കെ ചേർന്ന് മാറി മാറി ചുമന്ന് 7-8 കിലോമീറ്റർ ദൂരം കൊണ്ടുപോകേണ്ട അവസ്ഥകൾ. ഇവിടെ മനുഷ്യത്വം മരവിച്ചു പോകുന്ന എഫസോസിന് സമാനമായ ഒരു പരിസ്ഥിതി സൂക്ഷ്മാംശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും ഗ്രഹിക്കുക. നാളുകൾക്കപ്പുറത്ത് മധു എന്നൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. അയാൾ ചെയ്ത കുറ്റം വിശപ്പിന് ആഹാരം മോഷ്ടിച്ചതാണ്. ആഹാരം മോഷ്ടിച്ച മനുഷ്യനെ സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന ആളുകൾ ചേർന്ന് തല്ലിക്കൊന്നു അദ്ദേഹത്തിന് ദാരുണമായ അന്ത്യമൊരുക്കി. ഇതുപോലെ എഫസോസിൽ നിങ്ങൾ കാണൂ. അന്നത്തിന് വേണ്ടി, അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി ഉയരുന്ന അടിമകൾ അവരെ ആരോഗ്യം കൊണ്ടുവന്ന് കാളയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണം, കാളയെ നിലത്തടിക്കണം. എനിക്കിതിന് കഴിയില്ല, ആരോഗ്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യജമാനൻ ചാട്ടക്ക് തല്ലി ക്രൂരമായ മരണത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്ന കുറേ മനുഷ്യര്. ഇവരെ ആർക്കാണ് രക്ഷിക്കാൻ സാധിക്കുക? വീണ്ടും ചില കാഴ്ചകൾ നമ്മൾ കണ്ടു. വീട്ടിൽ സമ്പത്ത് വരാൻ വേണ്ടി മൂത്ത കുഞ്ഞിനെ ഗുരുതി കൊടുക്കണം എന്ന് പറയുന്ന മന്ത്രവാദിയുടെ വാക്കുകെട്ടനുസരിച്ച് തൻ്റെ പിഞ്ചോമനയെ ഗുരുതി കൊടുക്കുന്ന അമ്മ. അപ്പനും അമ്മയും മക്കളുമൊക്കെ ചേർന്ന് പ്രിയപ്പെട്ടവരെ ഗുരുതി കൊടുക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇങ്ങനൊക്കെ വഴികളുണ്ട് എന്ന് കേൾക്കുന്നു. ഇങ്ങനെ 100,000 തെറ്റായ ചിന്തകളുടെ നടുവിൽ ഒരു രാഷ്ട്രം കടന്നു പോകുമ്പോൾ ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. അവിടെയാണ് സുവിശേഷം അതിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത്. എല്ലാത്തരം അന്ധവിശ്വാസങ്ങൾക്കും തിന്മകൾക്കുമെതിരെ സുശക്തമായ ആയുധത്തിൻ്റെ പുറപ്പാടാണ് സുവിശേഷം. ഇത് ചോര ചൊരിയിക്കാതെ, മനുഷ്യനെ ഉന്മൂലനം ചെയ്യാതെ മനുഷ്യരാശിയെ മുഴുവൻ വീണ്ടെടുപ്പിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ അനുഭവത്തിലേക്ക് നയിക്കുന്ന ദൈവീകതയുടെ ആഹ്വാനമാണ്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കണം, സുവിശേഷത്തിനു മാത്രമേ ഇത്തരം ഇരുട്ടിൻ്റെ തിന്മയുടെ പ്രവർത്തനങ്ങളെ റദ്ദ് ചെയ്ത് മനുഷ്യന് സ്വതസിദ്ധമായ സ്വാതന്ത്ര്യവും മനുഷ്യന് ദൈവത്താൽ നിഷിദ്ധമായ ആത്മീയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ലോകത്ത് സുവിശേഷത്തിൻ്റെ അവതരണത്തിന് 2000 വർഷത്തെ ചരിത്രമാണ്. ഈ 2000 ആണ്ടുകൾക്കുള്ളിൽ ഏറ്റവും അധികം കൊന്നൊടുക്കാനും ഉന്മൂലനം ചെയ്യാനും നശിപ്പിക്കാനും ലോകരാഷ്ട്രങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയതും ഈ സുവിശേഷത്തെയാണ്. അന്നും ഇന്നും ഏറ്റവും അധികം എതിർപ്പുകളെ സഹിച്ചുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ പ്രവൃത്തി എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത വിധം, ആർക്കും തടസ്സപ്പെടുത്താനാവാത്ത വിധം പടർന്നു പന്തലിച്ച് ഒരു മഹാവൃക്ഷമായി ഇത് വളരുമ്പോൾ, അതിൻ്റെ ശാഖകളിൽ 10,000 ലക്ഷങ്ങൾ കോടികൾ ആശ്വാസം കണ്ടെത്തുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ അറിയുക, ഇതിൻ്റെ പിന്നിലെ കാരണഭൂതൻ മഹാദൈവമാണ്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് സുവിശേഷത്തിൽ നിഷിദ്ധമായിരിക്കുന്നത്. ആ കരുണ കൂടാതെ ഒരാളെങ്കിലും ഈ രാത്രി ദൈവവചനം കേൾക്കുന്നെങ്കിൽ ഇതാ ദൈവവചനം നിങ്ങൾക്ക് വിടുതലാകുന്നു, ശുദ്ധീകരണമാകുന്നു. ദൈവവചനം നിങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന ദൈവീക ഇടപെടലായിത്തീരുന്നു. ദൈവവചനം രോഗശാന്തിയായിത്തീരുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസ പ്രശ്നങ്ങൾക്കൊക്കെ ആത്യന്തിക ഉത്തരം തരാൻ ഈ ദൈവവചനത്തിന്, സുവിശേഷത്തിന് സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ഈ മഹാലോകത്തെ സ്നേഹിച്ച സ്നേഹനിധിയായ നല്ല പിതാവിൻ്റെ അരികിലേക്ക് നമുക്കെങ്ങനെ ചെന്നണയാം എന്നുള്ള സന്ദേശമാണ് യേശുവിൻ്റെ സുവിശേഷം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ ചെല്ലുന്നില്ല. മാനവരാശിയെ പിതാവിൻ്റെ അരികിലേക്ക് എത്തിക്കുന്ന വഴി
യേശുവാണ്. ആ വഴിയിലൂടെ കടന്നു ചെന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ പിടിച്ചു കെട്ടാൻ സാധിക്കുകയില്ല. ഒരു ഇരുട്ടിൻ്റെ ആത്മാവിനും ആ വഴി തടയാൻ സാധിക്കുകയില്ല. ജയമെടുത്ത് യേശുവിനൊപ്പം ഞാൻ പോകുകയാണ്. ജയാളിയായവൻ്റെ പിന്നിൽ ഞാൻ അണിനിരക്കുകയാണ്. തോല് പിണയാത്ത ആ ദൈവപുത്രനെ നമുക്കൊരു കൂടി ഉയർത്തിക്കൊണ്ട് ദേശത്തോട് സുവിശേഷം ആവർത്തിക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ എഫെസോസിലേക്ക്, കലുഷിതമായി കിടക്കുന്ന കാലാവസ്ഥയുള്ള ഈ സ്ഥലത്തേക്ക് ആദ്യം സുവിശേഷം പറയാൻ എത്തുന്നത് അപ്പല്ലോസാണ്. ബൈബിളിൽ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കാത്ത രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒരാൾ അപ്പല്ലോസും മറ്റൊരാൾ ബർന്നബാസുമാണ്. ഈ നിരയിൽ വരുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതുമായ ആൾ പൗലുസാണ്. ഈ മൂവരും അതിശക്തരായ സുവിശേഷകരായിരുന്നു. അവർ മൂന്ന് പേരിലും ദൈവം നിറച്ച അഭിഷേകം സുശക്തമായിരുന്നു. അപ്പല്ലോസ് ഒരു മഹാതാർക്കികനാണ്. ബർന്നബാസ് ഉജ്ജ്വലനായൊരു പ്രസംഗകനാണ്. പൗലോസാകട്ടെ യഹൂദന്മാരുടെ വാദപ്രതിവാദങ്ങൾക്ക് യഥോചിതം ഉത്തരം കൊടുക്കാൻ കഴിയുന്ന, ഒരേ സമയം അധ്യാപകനും പ്രസംഗകനും പാസ്റ്ററും ശുശ്രൂഷക്കാരനും അപ്പോസ്തലത്വവും എല്ലാം ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു വിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ മൂവരെ പറ്റി പറയുന്നത് എന്താണെന്നറിയണ്ടേ? ഒരുവൻ യഹൂദന്മാരെ മിണ്ടാതാക്കി പ്രസംഗിച്ച്, അടുത്ത ആളിൻ്റെ കാര്യം വന്നിട്ട് പറയുക, അവരെ മറ്റേയാൾ വന്നിട്ട് അവരെ പരസ്യമായി കണ്ണിച്ച് കളഞ്ഞു. അപ്പോൾ ഒരാൾ വന്ന് മിണ്ടാതാക്കും, അടുത്തയാൾ വന്ന് പരസ്യമായി കണ്ണിക്കും. ഇനി മൂന്നാമതൊരുവൻ വന്ന് ക്രിസ്തു തന്നെ ദൈവപുത്രനെന്ന് തെളിയിച്ചു കൊടുത്തു. അപ്പോൾ മിണ്ടാതാക്കുക, കണ്ണിക്കുക, തെളിയിക്കുക, ഈ മൂന്ന് ദൗത്യം ഈ മൂന്ന് പേരും ചേർന്ന് ദൈവനാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും കാലത്ത് അപ്പോസ്തലന്മാരോട് കൂടെ ഈ കർത്തൃസേവ ചെയ്തു പോന്ന അപ്പല്ലോസ് എന്ന ദൈവവൃത്യൻ, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജനിച്ചു വളർന്ന ഒരു താർക്കികനായ ദൈവവൃത്യൻ, സൗമ്യമാനസനായ ഒരു ദൈവവൃത്യൻ, അങ്ങനെ എഫെസോസിലെത്തി. എഫെസോസിൽ കുറേ ചെറുപ്പക്കാർ യേശുവിനെ സ്വീകരിച്ചു മുമ്പോട്ട് വന്നു. യേശുവിനെ സ്വീകരിച്ച ആ ചെറുപ്പക്കാർ സന്തോഷചിത്തരായി ആരാധനയിൽ കഴിഞ്ഞു പോകുകയാണ്. കാരണം അവർ മദ്യം ഉപേക്ഷിച്ചു, മയക്കുമരുന്നുകൾ ഉപേക്ഷിച്ചു, എല്ലാത്തരം തിന്മകളോടും വിട പറഞ്ഞു, മന്ത്രവാദത്തിൻ്റെ ശക്തികളെ ചെറുത്തു, അധർമ്മത്തിൻ്റെ ഇടപാടുകൾക്ക് അവർ വിപരീതം നിന്നു. ഒന്നിനോടും ഇടപഴകാതെ അത്തരം തിന്മകളോട് സമരം പ്രഖ്യാപിച്ച് ഒരു പുത്തൻ യുവത അവിടെ രൂപപ്പെട്ടു വന്നു. ആ സഭയിലേക്ക് ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും ആരാധന കഴിക്കാൻ അവിടെ സന്ദർശകരായി ചെന്നു. ആളെ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. അക്വിലാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിസ്കില്ല, ഈ രണ്ടുപേര് ആരാധനയ്ക്ക് ചെന്നു. ഇവരും നല്ല ഒരു കുടുംബമാണ്, നല്ല വചനം അറിയാവുന്നൊരു കുടുംബമാണ്. അപ്പൊല്ലോസ് എന്ന ദൈവവൃത്യൻ ആത്മശക്തിയോടെ വചനം അങ്ങോട്ട് പ്രസംഗിച്ചപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും വലിയ സന്തോഷം. പക്ഷെ അവരൊരു കാര്യം ദർശിച്ചു. വചനം ചെന്ന് ഹൃദയത്തിലേക്ക് കൊള്ളുമ്പോൾ അതിൻ്റെ ക്രിയ നടക്കാതെ പോകുന്ന ഏതോ ഒരു ഘടകം അവർക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് വചനം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജയമെടുത്തു വേണം പോകാൻ. സ്തോത്രം. വചനം രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷിച്ചിരിക്കും. വചനം സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കിയിരിക്കും. വചനം അസ്വസ്ഥതകളെ മാറ്റുമെന്ന് പറഞ്ഞാൽ മാറ്റിയിരിക്കും. എവിടെങ്കിലും അവിശ്വാസം കടന്നുകൂടി ആ ഇഫക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവിൻ്റെ വ്യാപനം അവിടെ ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് ഈ സമാപന രാത്രി നമുക്കൊന്ന് തിരിഞ്ഞു വരണം. സമാപന രാത്രി നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിയണം, സുവിശേഷത്തിൻ്റെ മഹിമയിലേക്ക് തിരിയണം, പരിശുദ്ധാത്മ നിയോഗത്തിലേക്ക് തിരിയണം. പ്രാർത്ഥനയോടെ ദിവസം ഇരുന്നട്ടെ. പ്രിയരേ, എന്താണ് സംഭവിച്ചത്? അക്വിലാസും പ്രിസ്കില്ലയും യോഗം കഴിഞ്ഞ അപ്പൊല്ലോസിൻ്റെ അരികിൽ ചെന്നു. കർത്തദാസനെ, അങ്ങേ ദൈവം ഉപയോഗിച്ച വിധങ്ങൾ എത്ര ശ്രേഷ്ഠകരമാണ്. പക്ഷേ താങ്കളുടെ ഇവിടുത്തെ ശുശ്രൂഷ തീർന്നു. ഞങ്ങൾ താങ്കളെ കൊണ്ടുപോവാ.
അങ്ങ് ഭാരപ്പെടണ്ട, സഭയും ഭാരപ്പെടണ്ട. അങ്ങക്ക് പകരം ഇവിടേക്കൊരാളെ അയക്കും. അങ്ങ് ഞങ്ങളുടെ സഭയിലെത്തിയാൽ ഈ വചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ അങ്ങോട്ട് വിശദീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഹലോകം ഉപേക്ഷിച്ച് പരലോകം പോകാനുള്ള ആ സന്തോഷം അപ്പോഴേ കിട്ടും. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കും. അതുകൊണ്ട് അങ്ങേ ഞങ്ങൾ കൊരിന്തിലേക്ക് കൊണ്ടുപോവാം, പകരം ഇവിടേക്കൊരാളെ തരാം. അത് വേറെ ആരുമല്ല, ധനനായ പൗലുസ. പൗലുസ വരുന്നെങ്കിൽ പിന്നെ സഭ വേണ്ടെന്ന് പറയില്ലല്ലോ. വെരി ഗുഡ്, സന്തോഷം. അങ്ങനെ അപ്പല്ലോസ് കൊരിന്തിലേക്ക് പോയി. വചനം പറയുക, അപ്പല്ലോസ് കൊരിന്തിലിരിക്കെ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിലെത്തി. എഫസോസിലെത്തി പ്രോഗ്രാം അങ്ങോട്ട് തുടങ്ങി. പൗലോസ് പ്രാപിച്ചെടുത്ത ആത്മശക്തിയുടെ ചൈതന്യം കൊണ്ട് ശുശ്രൂഷ അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എൻ്റെ കാരണവും കണ്ടുപിടിച്ചു. കാരണം ഞാൻ പറയാം. വചനം മനസ്സിലാക്കാനുള്ള കഴിവ് വിദ്യാഭ്യാസമല്ല. വിദ്യാഭ്യാസം ഉണ്ടേ നല്ലത്, പക്ഷെ അതൊരു യോഗ്യതയല്ല. വചനം ഗ്രഹിക്കാനുള്ള യോഗ്യത വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളതുമല്ല, അതൊരു അയോഗ്യതയല്ല. വചനം മനസ്സിലാക്കാനുള്ള കഴിവ്, അത് എഴുതിയ ആത്മനിറവിൽ വചനത്തെ ഉൾക്കൊള്ളുവാനുള്ള സമർപ്പണമാണ്. പൗലോസ് ചോദിച്ചു, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പല്ലോസ് വന്നിട്ട് ചോദിച്ചത് യേശുവിനെ സ്വീകരിച്ചോന്നാ. പൗലോസ് വന്നിട്ട് ചോദിച്ചത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോന്നാ. ഹല്ലേലൂയ. അപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവുമായി. ഇനി ഒരാളുണ്ട്, പിതാവ്. പുത്രനിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കി ആത്മനിറവിനെ പ്രാപിച്ചാൽ നാം എത്തുന്ന ഇടമാണ് പിതാവിൻ്റെ സന്നിധി, അനേകം വാസസ്ഥലങ്ങളുള്ള ഇടം. ഹല്ലേലൂയ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്, പിതാവിൻ്റെ സന്നിധി. അതിലേക്ക് പോകാനുള്ള വഴി പറയാ, ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ എത്തുന്നില്ല. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ നിങ്ങളിന്ന് പോയിട്ട് മറ്റൊരു കാര്യസ്ഥൻ പകരം വരും. കാര്യസ്ഥൻ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. ഞാനിവിടെ വരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തൃത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലത്. ഈ ത്രിയേകത്വം ആരോട് ഞാൻ ഒരു ക്യാമ്പിന് ചെന്നപ്പോൾ പറഞ്ഞു, ആദ്യം ആ ടോപ്പിക് ഇട്ട് ചെന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, കാരണം മനസ്സിൽ ഇരിക്കുന്ന അങ്ങ് പോവും, ചിന്താക്കുഴപ്പം കൂടും. ഇത് മാറണ്ടേ? അത് മാറണമല്ലോ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇന്ന് തൃത്വം തന്നെയാണെന്ന് പറഞ്ഞു. കുട്ടികളാണ് കൂടുതൽ. പലരും തൃത്വത്തെപ്പറ്റി തെറ്റൊത്തിരി ധരിച്ചു വച്ചിട്ടുണ്ട്. ചില ചോദിക്കുന്ന ചോദ്യമാണ്, തൃത്വം എന്ന് ബൈബിളിലുണ്ടോ? അപ്പോഴേ പറഞ്ഞോണേ ഇല്ല, ആ പദം ഇല്ല. ആ പദം ഇല്ല എന്നേ ഉള്ളൂ. തൃത്വം ബൈബിളിലുണ്ട്. എന്താ തൃത്വം? ഒറ്റ വാക്കിൽ ഒരു സെൻറ്റൻസിൽ പറയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതാ തൃത്വം. അത് ബൈബിളിലുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന എടുത്താൽ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്നൊന്നും അതിൽ എഴുതിയിട്ടില്ല. ഇന്നലെ പിറന്ന കുഞ്ഞിനും അറിയാം ആരാ രാഷ്ട്രപിതാവ്, മഹാത്മാജി. അങ്ങനെ അവിടെ എഴുതിയിട്ടൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടന എടുത്താൽ അവിടെ ദേശീയ ഗാനം ജനഗണമനയാന്ന് എഴുതിയിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഉണ്ട്, അത് ദേശീയ ഗീതമാണ്. അതും എഴുതിയിട്ടില്ല ഭരണഘടനയിലൊന്നും. പക്ഷെ ഇന്ത്യക്കാർക്കല്ലേ ഇതറിയാം, അല്ലേ? അതുപോലെ നമുക്കറിയാം തൃത്വം എന്താണ്. അതൊരു ചുരുക്കപ്പേരാ. ഗാഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗാഡ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പറയാൻ ഉപയോഗിക്കുന്ന ചുരുക്കെഴുത്താണ് ത്രിയേകത്വം. ഈ ത്രിയേകത്വം എന്നതിൻ്റെ ചുരുക്കപ്പേരാ തൃത്വം, ഹോളി ട്രിനിറ്റി. പലരും
ഈ തൃത്വം തെറ്റായിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. 3 ദൈവങ്ങളാണെന്ന് ധരിക്കുന്നവരുണ്ട്. ഒരു ദൈവം 3 രൂപത്തിൽ വന്നതാണെന്ന് ധരിക്കുന്നവരുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. ഒരു ദൈവം പിതാവ് തന്നെ പുത്രനായി, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവായി. അങ്ങനെയാണോ? പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് കേട്ടാൽ ഓർത്തുകൊള്ളണം, ദാറ്റ് ഈസ് നോട്ട് ട്രിനിറ്റി. അതും ട്രിനിറ്റി അല്ല. പിന്നെ ട്രിനിറ്റി എന്താ? പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. കൺഫ്യൂഷനായി അല്ലേ? പറഞ്ഞുതരാം, തെളിവൂടെ തരാം. പിതാവും പുത്രനും ഒരാളാണെങ്കിൽ ഗെത്സമനയിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവേ എന്ന് വിളിച്ചു. അപ്പോൾ പിതാവിന് പറഞ്ഞപ്പോൾ നീ തന്നെയാണല്ലോ പിതാവ്, പിന്നെന്തിനാ പ്രത്യേകിച്ച് വിളിക്കുന്നത്? ക്രൂശിൽ കിടന്നുണ്ടോ എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്താ? അത് തിരിച്ചു പറഞ്ഞാൽ പോരെ, ഞാൻ നിന്നെ കൈവിട്ടതെന്തെന്ന് ചോദിച്ചാൽ പോരെ. ഒരാളാണ്. 3 persons in one essence. 3 വ്യക്തികൾ, ഒരു സാരാംശം. ഞാനതൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. വന്ന വഴിക്കുള്ളൊരു തൃത്വം ഞാൻ പറയുന്നു കേട്ടോ. പറഞ്ഞു വന്ന വഴിക്ക് പറയേണ്ട ഒരു കാര്യം. ഇതിൻ്റെ തിയറി ഒത്തിരി പഠിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ എളുപ്പം മനസ്സിലാവില്ല. എൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഞാൻ വരാം. അപ്പോൾ എളുപ്പത്തിൽ ഗ്രഹിക്കാം. എന്താ പറയുന്നു? നമുക്ക് മനസ്സിലാക്കാനാവാത്തൊരു സങ്കീർണമായ തത്വം ഇതിനകത്താക്കി വെച്ചിട്ട് ക്രൈസ്തവർ തമ്മിൽ ഇങ്ങനെ കലഹിച്ചു കൊണ്ടിരിക്കാൻ ദൈവം ആക്കിയ ഒരു സംഭവമല്ല തൃത്വം. ഇന്ന് തൃത്വത്തെക്കുറിച്ച് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം മാറണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഒറ്റ വഴി. തൃത്വം ആസ്വദിക്കണം. യഹോവ നല്ലവൻ എന്ന്, പിതാവ് നല്ലവനെന്ന്, പുത്രൻ നല്ലവനെന്ന്, ആത്മാവ് നല്ലവനെന്ന് രുചിച്ചറിയണം. എൻ്റെ വഴികളും ഞാൻ പറയാം, അപ്പോൾ കാര്യങ്ങൾ പോകും. പിതാവ്, നമുക്ക് ആദ്യം നമ്മുടെ പാപ്പയെ ഒന്നോർത്താട്ടെ. പ്രായമുള്ള ആളുകൾ, ചെറുപ്പക്കാർക്ക് അത് അത്ര കണ്ടറിയില്ല. പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ കാര്യം പറയും. നമുക്ക് ഈ പപ്പ ഒരു വല്ലാത്ത കാർക്കശ്യ ബുദ്ധിക്കാരനായ മനുഷ്യനായിരുന്നു. സഹിക്കാൻ അല്പം പ്രയാസമുള്ളൊരു ഭീകരൻ്റെ പേരാണ് പപ്പ. ആയിരുന്നില്ലേ? ആണെന്ന്. നമ്മളെ പിടിച്ച് ചർച്ചിനകത്ത് വാക്യം വായിച്ച് തെറ്റിപ്പോലെ എഴുന്നേറ്റ് അടിക്കുക, സണ്ടക്കൊണ്ട് അതിന് വീട്ടിലിട്ട് അടിക്കുക. നാട്ടുകാരെല്ലാം പറയും നല്ല മനുഷ്യനാണ്, പക്ഷെ നമുക്ക് തോന്നുന്നില്ല. അടി, ഭയങ്കര ഗൗരവക്കാരൻ. പെൺകുട്ടികളോടൊരു ചെറിയ മയം ഉണ്ടെങ്കിലും വീടും പരിസരവും വൃത്തിയല്ലെങ്കിൽ ഭയങ്കര ബഹളം. അമ്മ തന്നെ മിണ്ടുന്നത് ബുദ്ധിമുട്ടി. ഈ പപ്പ വീട്ടിലിരുന്നാൽ ഒരു ബോറൻ അനുഭവമല്ലേ? ഏതാണ്ടൊരു ആകാഴിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, പിണക്കമൊന്നുമില്ല. ഏതാണ്ടൊരു സ്വാതന്ത്ര്യക്കുറവ്. ചിരിക്കാൻ വയ്യ, കളിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. അപ്പ ഉണ്ടെങ്കിൽ അടുക്കള വഴി ഓടി രക്ഷപ്പെടുക. അപ്പം ആൺകുട്ടികൾ, പെൺകുട്ടികളൊരു മുറിയിലും കയറി അടച്ചിരിക്കുക. കുട്ടികളുടെ ചിരിയും കളി ശബ്ദമൊന്നും പുറത്തു വരാൻ പാടില്ല. അപ്പൻ ഇത്തരം കാർക്കശ്യ ബുദ്ധിക്കാരനാണ്. അപ്പൻ എന്തെല്ലാം നമ്മുടെ അഭിമാനം തകർക്കുന്ന പണി ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് വരുന്നു, PTക്ക് ചെല്ലുന്നു, അവിടുത്തെ മാഷിൻ്റെ കേക്കൽ പറയുന്നു ഒരു വകയും പഠിക്കുകയില്ല, 2 എണ്ണം കൊടുത്തേക്കണം, ഭയങ്കര കളികളാണ്. വീട്ടിൽ വന്ന് ഉറക്കമാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉറക്കമാണ്. കുട്ടികളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയ കാർക്കശ്യ ബുദ്ധിക്കാരനായ അപ്പൻ നമുക്ക് എന്നും ഒരു ബുദ്ധിമുട്ടായിരുന്നു. സത്യമാണ്. ഇപ്പോഴും ചില കുട്ടികൾക്ക് അപ്പനോട് ഇങ്ങനൊരു മനസ്സുള്ളവരുണ്ട്. പക്ഷെ പ്രായമുള്ള ആളുകളോട് ഞാൻ ചോദിക്കുക, കാലം ഇത്ര കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ നിമിത്തം അപ്പനോട് വെറുപ്പുള്ള ആരെങ്കിലും ഉണ്ടോ?
ആരുമില്ല. കാരണം അപ്പൻ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പിണക്കമുണ്ടോ അപ്പനോട്? ഇല്ല. ഞാനൊരു ക്യാമ്പിൽ ചെന്ന് കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ ഫോണിൽ പപ്പായുടെ ഫോട്ടോ ഉണ്ടോ? കുട്ടികൾ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഒറിജിനൽ ഫോട്ടോ ആണോ? അവർ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു, ഒറിജിനൽ പപ്പ ഇതല്ല, പപ്പായുടെ ഒറിജിനൽ ഫോട്ടോ ഇതല്ല. ഒറിജിനൽ പപ്പ ആ ഫോട്ടോ സൂട്ടിട്ടോ കോട്ടിട്ടോ ജുബ്ബ ഇട്ടോ വെള്ളം കൊണ്ടെടുത്തോ അല്ല ജീവിച്ച്, അപൂർവാദിട്ടത്. നമ്മൾ ഓർക്കുന്ന പാപ്പ പണിയെടുത്ത് വിയർത്ത് കുളിച്ച് വൈകിട്ടൊരു ചായ കുടിക്കാതെ ആ പണം കൂടെ ശേഖരിച്ചു വന്നു വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നാളെയെക്കുറിച്ചോർത്താകുലപ്പെട്ട്, നാളെ നിങ്ങളെ പുലർത്തുന്ന വിധമോർത്ത് കഷ്ടപ്പെട്ട് പരിഭവം പറയാതെ അവിടെ ഇരുന്ന ആ പപ്പയുടെ ഫോട്ടോ കയ്യിലുണ്ടോ? അത് നമ്മൾ എടുത്തിട്ടില്ല. അതാണ് ശരിക്കും പപ്പ. മനസ്സിലായോ? വാഴക്കുല വെട്ടിയ കറപുരണ്ട ഉടുപ്പുമായി അതുമിട്ട് മാർക്കറ്റിൽ അതുകൊണ്ട് വിറ്റ് നിങ്ങളെ പുലർത്താൻ വേണ്ടി ഒരു നിമിഷ നേരം അധ്വാനിച്ച ആ മനുഷ്യൻ്റെ ആ ചിത്രം മൊബൈലിലോ ആൽബത്തിലും ഇല്ല, പക്ഷെ ചിലരുടെ മനസ്സിലുണ്ട് അല്ലേ? അതാണ് പപ്പ. നമ്മൾ കഴിച്ചുവെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം കഴിക്കുന്ന ആൾ. ശിക്ഷിച്ച നിങ്ങളുടെ മുറിവിൽ തലോടാൻ മനസ്സ് വരാതെ നോക്കി നിന്ന് നിങ്ങളെ ശിക്ഷിച്ചതോർത്ത് ഉള്ളം വിങ്ങുന്ന പപ്പ. +2 പാസ്സായോ? ഡിഗ്രി കഴിഞ്ഞോ? ജോലി തേടി നിങ്ങൾ പോകുമ്പോൾ അമ്മ 100,000 ഉപദേശം പറഞ്ഞു, കൂട്ടുകാർ ഒക്കെ വന്നു, ചിലരൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാത്ത ഒരാൾ പപ്പ. നിങ്ങളെ കൊണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചിട്ട് നിങ്ങളങ്ങോട്ട് പോകുമ്പോൾ അമ്മ ഇങ്ങനെ വിങ്ങിപ്പൊട്ടും. പപ്പ പറയും കരയില്ല, അവനെ കരഞ്ഞയക്കരുത്, അവൾ നല്ലൊരു കാര്യത്തിന് പോവല്ലേ, പോട്ടോ. ഈ ട്രെയിൻ അങ്ങോട്ട് ചലിച്ചു കഴിയുമ്പോൾ അമ്മ ഒന്ന് കരയും. കൂടെ നിൽക്കുന്നവർക്കൊക്കെ വിഷമം. പക്ഷേ പാപ്പ പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ മക്കൾ തിരിച്ചൊന്ന് നോക്കിയ ഒരു കാഴ്ച കാണാം. പെട്ടെന്ന് ആരുടെ ഈ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ടവല് കൊണ്ട് ഒരു തുള്ളി കണ്ണീര് തുടയ്ക്കുന്ന അപ്പൻ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വണ്ടി കയറിയ ശേഷം അന്നത്തെ ദിവസം അപ്പൻ ആഹാരം കഴിച്ചിട്ടില്ല. ഓരോ ദിവസവും കാത്തിരിപ്പാ. കത്ത് വരാൻ, ഫോൺ വരാൻ, നിങ്ങളുടെ സുഖം തേടി ഒരു ഇരിപ്പാണ്. പിന്നെ അതിന് ശേഷം ആ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. കാലമേറെ കഴിഞ്ഞ സന്തോഷം വന്നേ. ജോലി കിട്ടിയപ്പോഴല്ല, നിങ്ങളും വിവാഹിതനായി ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനോടായി അപ്പൻ്റെ പ്രതിപത്തി. മനസ്സിലായോ? സ്നേഹമുണ്ടപ്പന്, പക്ഷെ അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ വയ്യ. സ്വർഗസ്ഥ പിതാവ് ഇങ്ങനായിരുന്നു മനുഷ്യരാശിയോട്, ആദമ്യ കുലത്തോട്. അന്ന് ആദം കലഹിച്ച് പിരിഞ്ഞപ്പോഴേ അകന്നുപോയി ബന്ധം. പിടികിട്ടിയോ? രണ്ടാം ഭാഗം പറയാം. മക്കളെ അടിച്ച് ശിക്ഷിച്ച് വഴക്ക് പറഞ്ഞ് പുറത്തിറക്കി വിട്ട കാർക്കശ്യ ബുദ്ധിയുള്ള അപ്പനല്ലേ ഈ മനുഷ്യൻ. പക്ഷെ കീഴടങ്ങിപ്പോകുന്ന ഒരാളുണ്ട്. ആരാന്നറിയണ്ടേ? എൻ്റെ അപ്പൻ തോറ്റുപോകുന്ന എൻ്റെ മുമ്പിലല്ല, എനിക്കൊരു മോനുണ്ട് അവൻ്റെ മുമ്പിൽ. എനിക്കൊരു മോളുണ്ടെങ്കിൽ ആ മോൾ ഈ അപ്പനെ വരച്ച വരെ നിർത്തുക. പപ്പ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അതിലെ പോയിക്ക് ഇത് കഴിച്ച് നമ്മൾ ഓർക്കും, ഞങ്ങളെയൊക്കെ തല്ലി ഇങ്ങനെ വളർത്തിയ അപ്പനെ ഈ കുഞ്ഞിത് അനായാസനെ കൈകാര്യം ചെയ്യുന്നു.
എന്താണെന്നറിയണ്ടേ? ഈ കുഞ്ഞു വന്നപ്പോഴാ കുടുംബം സന്തോഷചിത്തമായത്. ദൈവകുടുംബത്തിൽ ഒരു പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ സർവജനത്തിനും സന്തോഷമാണ്. ഇതിനുള്ളതാ പുത്രത്വം. മനസ്സിലായോ? ഇനി അതൊന്നുകൂടി വിശദീകരിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ നടക്കാത്ത കാര്യമാണ്. പിതാവായ ദൈവം പറയാണ്, ഞാൻ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരിക, ഒരാഴ്ച അവിടെ കാണും. നടക്കുകയല്ല. ദൈവം അക്ഷരാർത്ഥത്തിൽ ദൈവം ആത്മാവാകുന്നു, സർവ്വവ്യാപിയാണ്. ആ ദൈവം നമ്മുടെ വീട്ടിൽ അക്ഷരാർത്ഥത്തിൽ വന്ന് ചായ കഴിച്ച് ചപ്പാത്തി കഴിച്ചൊന്നും ഇരിക്കുകയല്ല. അങ്ങനെ സങ്കല്പിച്ച്. സന്തോഷമാണോ? സന്തോഷമൊന്നും അല്ല. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യം പോയി കിട്ടുമെന്ന്. മെയ് 4 റിസൾട്ട് വരുന്നു, വാർത്ത കാണാൻ പറ്റത്തില്ല. വീട്ടിൽ ഒച്ചയെടുത്ത് ആകെപ്പാടെ നിങ്ങളുടെ ഫ്രീഡം പോയെന്നോ. അപ്പൻ വന്നാൽ മനസ്സിലായില്ല. മക്കൾക്ക് മനസ്സിലായിട്ട് പറയാം. സ്കൂളിൽ നിന്നൊരു പിക്നിക്ക് ആദ്യം തിരക്കേണ്ട പ്രിൻസിപ്പിൾ വരുന്നുണ്ടോ കൂടെ? നിങ്ങൾ പോകല്ലേ? എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ അച്ചടക്ക ബോധത്തിൻ്റെ വാളെടുത്ത് വീശും. നമുക്ക് ഈ കാഴ്ച കണ്ട് പോകാനൊക്കത്തില്ലെന്ന് സന്തോഷം പോകുന്നു. പിതാവ് നമ്മോട് പറയുക, ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമാണെങ്കിലും ഞാനതിന് യോഗ്യനല്ലാത്ത കൊണ്ടൊരാകാഴിയ. നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ഒരേ സ്വരത്തിൽ പറയും, അയ്യോ വേണ്ട, പ്ലീസ് വേണ്ട. ഞാൻ ഇതേ ചോദ്യം ചോദിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മളാരും വിടുകലവാ. ഞങ്ങളുടെ വീട്ടിൽ വാ, വിടത്തില്ല. അത്ര ഇൻറ്റിമസിയാണ്. വ്യക്തതന്നോ? യേശുവിനോട് നമുക്കുള്ളത്, പിതാവിനോടുള്ളത് ബഹുമാനമാണെങ്കിൽ പുത്രനോടുള്ളത് എന്താ? സ്നേഹം, പ്രണയം, ആലിംഗനബദ്ധമായ ഫ്രീഡം. കർത്താവിനോട് പറയാൻ വയ്യാത്ത ഒരു കാര്യം ജീവിതത്തിലില്ലെന്ന് സകല പ്രൈവസിയിലും വരുന്നവൻ, ഏതിടത്തുമുള്ള സന്തത സഹചാരി. ഇതാ പുത്രൻ. പുത്രനിലൂടെ പിതാവിനെ സമീപിച്ചപ്പോഴേ നമുക്ക് അവിടെയും ഫ്രീഡം. ദൈവകുടുംബം അങ്ങ് സജീവമായി. അങ്ങനെ വന്നൊരു കുഴപ്പമുണ്ട്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ കുട്ടികളെ ഒന്ന് തല്ലാവെന്ന് നോക്കിയേ. ഈ ഗ്രാൻഡ് പപ്പ സമ്മതിക്കില്ല, നിങ്ങൾക്കിട്ടടിക്കും. മിക്ക വീട്ടിലെയും വഴക്ക്. ഈ പെൺപിള്ളേർ കൊച്ചു കുട്ടികളെ തല്ലുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, അപ്പന് ഇഷ്ടപ്പെടത്തില്ല. ഒട്ടുപോകില്ലെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കും. കാരണം അവർക്ക് ഈ കുഞ്ഞിനെ തല്ലാൻ പാടാന്നേ. ഇങ്ങനെ ആ പിതാവിന് നമ്മളെ സംരക്ഷിക്കുന്ന ദുഷ്ടൻ കാണാതെ, ശത്രു തൊടാതെ, ആർക്കും വിട്ടുകൊടുക്കാതെ പിതാവും പുത്രനും നമ്മളെ സംരക്ഷിക്കുക. പുത്രൻ രക്തം തന്ന് വീണ്ടെടുത്ത് ശുദ്ധിയാക്കി പിതാവിൻ്റെ പക്കലേക്ക് കൊടുത്തപ്പോൾ പിതാവ് ആലിംഗനബദ്ധരായി നമ്മളെ കൊണ്ടു നടക്കുന്ന അനുഭവമാണ് ആദ്യ സ്നേഹം. വ്യക്തത വന്നോ? അപ്പോൾ ശിക്ഷയില്ല, വഴക്കില്ല, തല്ലില്ല. കുറ്റം ചെയ്താൽ തന്നെ പോട്ടെ. ചെറുക്കൻ മാരക കുറ്റം ചെയ്തിച്ച് വന്നു നിന്നാൽ അപ്പനെന്താ പറഞ്ഞത്? സാരമില്ല, കുഞ്ഞല്ലേ, വാ. ഈ പോക്ക് പോയാൽ നമ്മളൊരു പരുവാകില്ലേ? മക്കൾ വഴിതെറ്റും. സ്നേഹത്തിൻ്റെ ആധിക്യം, ശിക്ഷ ഇവിടെ ലഭ്യതക്കുറവൂടെ വരുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ നമ്മളല്ല ഈ പരുവായത്. പാസ്സൊക്കെ ഇരിക്കുന്നുണ്ടോ? പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടോ? നമുക്കെല്ലാം പറ്റിയെന്താ? ദൈവസ്നേഹം കാരണം ശിക്ഷയില്ല. അപ്പം നമ്മൾ വഷളായി. വഷളാകാൻ സമ്മതിക്കില്ല. അപ്പനിങ്ങനെ കൊച്ചുമോനോട് കാര്യമായതൊക്കെ ശരിയാണെങ്കിലും ഈ വീട്ടിലെ വേറൊരാളുണ്ട് ഈ പയ്യന് പേടിയുള്ള. ഒന്നിൽ അപ്പൻ്റെ അനിയൻ, അല്ലെങ്കിൽ അവൻ്റെ അങ്കിള്. ഇവർ തമ്മിൽ നല്ല ബന്ധമാണ്. കളിക്കും, ക്രിക്കറ്റ് കളിക്കും,
സൈക്കിളിൽ കയറും, ബൈക്കിൽ കൊണ്ട് നടക്കും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ ഇവൻ തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ നല്ല സൂപ്പർ അടി. ഇയാളെ നല്ല പേടിയാ. ഇവിടെ തലവട്ടം കണ്ട പേടിക്കും, പക്ഷെ ഭയങ്കര കാര്യം. ഇങ്ങനെ നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ ശിഷ്ടിച്ചേതോചിതം കൊണ്ടുവന്ന് നിർത്താൻ നമുക്കൊരു കാര്യസ്ഥൻ, അതാണ് പരിശുദ്ധാത്മാവ്. ഇനി ഒന്ന് ആസ്വദിച്ച് തത്വം എന്താന്ന് മനസ്സിലായോ? ദൈവത്തോട് എനിക്ക് സ്നേഹം, ബഹുമാനം, ആദരവ്. അതാ വെളിപ്പാട് പുസ്തകത്തിൽ പിതാവിനെ ആരാധിക്കുമ്പോൾ പറയുക, നീ സകലതും സൃഷ്ടിച്ചു. പുത്രനെ ആരാധിക്കുന്ന ഇടത്ത് എഴുതി വച്ചിരിക്കുകയാണ്, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. പിതാവ് സൃഷ്ടികർമ്മങ്ങളുടെ കാരണഭൂതനായ പരമപ്രധാനിയായ ആത്യന്തികനായ ജനയിതാവെങ്കിൽ പുത്തൻ പാപാധിഷ്ഠിതമായ ലോകത്ത് പാപമംഗിലമായ ഈ ശരീരത്തിൽ നിന്ന് തൻ്റെ ശുദ്ധരക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചെടുത്ത വീണ്ടെടുപ്പുകാരൻ പരിശുദ്ധാത്മാവ് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ കാര്യസ്ഥൻ. അതുകൊണ്ട് ആരാധിക്കുമ്പോൾ ദൈവപിതാവിന് മഹത്വം, ദൈവപുത്രന് മഹത്വം, ദൈവപരിശുദ്ധാത്മാവിന് മഹത്വം, ത്രിയേക ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും കരയറ്റുന്ന ഇടത്ത് നമ്മുടെ ഈ സംശയമൊക്കെ മാറിപ്പോകും. ഇന്ന് മുതൽ അങ്ങനെ ഒന്ന് ആരാധിച്ച് ശീലിച്ചേ. അപ്പൊ പൗലോസ്ലീഹ ചോദിച്ച, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? എഫെസോസുകാരോട് ആരെന്ത് പറഞ്ഞു? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പൗലോസിൻ്റെ മറു ചോദ്യം, അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അതിൽ നിന്ന് എന്താ മനസ്സിലായി? ശരിയായിട്ടൊരാൾ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവെന്നും കേൾക്കാവുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ കേട്ട സ്നാനമാ തിരുവെഴുത്തിലെ സ്നാനം. ആ സ്നാനം കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിതരായിക്കൊള്ളണം. സ്നാനമേൽക്കേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ആര് പറഞ്ഞ് കേട്ടിട്ടില്ല? അങ്ങനെയെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു. അവർക്ക് ആത്മനിറവിൻ ശക്തി കിട്ടി. അവർ കൃപയിൽ അധിഷ്ഠിതമായ ആ വചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അന്യഭാഷകളിൽ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് അങ്ങോട്ട് ആരാധിച്ചപ്പോൾ എഫെസോസ് പട്ടണം ഇതുവരെ കാണാത്ത വലിയ മാറ്റം. ആ ചെറുപ്പക്കാരിലൊക്കെ ആത്മനിറവ്. അവർ ഒരുമിച്ച് പുറത്തേക്കിറങ്ങി കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഇടത്ത് വലിയ വലിയ മാറ്റം. കൊടും പാപികളിതാ നെടുമ്പാട് വന്ന് വീണ് നസ്രായനായ യേശുവിനെ ഏറ്റെടുക്കുന്നു. പാപമംഗിലമായ ജീവിതത്തിൻ്റെ ഭൂതകാലത്തെ കുറിച്ചോർത്തു കരയുന്നു. അങ്ങനെ അവസ്ഥ മാറി. അപ്പോൾ ഒരു പ്രശ്നം, നാട്ടിലെല്ലാം ഇതങ്ങ് പ്രചാരത്തിലെത്തി. അപ്പം ദിമിത്രിയോഫ് എന്നറിയപ്പെടുന്ന ഒരു ശില്പമുണ്ടാക്കുന്ന തട്ടാൻ അസോസിയേഷൻ വിളിച്ചു വിട്ടിട്ട് പറഞ്ഞു, ഈ പോക്ക് പോയാൽ നമ്മുടെ കച്ചവടം പൂട്ടും. ഇതൊരു സത്യമാണ്. ഒരു നാട് സുവിശേഷം അറിഞ്ഞാൽ ബീഡി വിൽക്കുന്നവൻ്റെ കാര്യം ഗതികേടാ, കള്ളുകിടക്കാരൻ്റെ കാര്യം ഗതികേടാ, പാൻപരാഗ് വിൽക്കുന്നവൻ്റെ കാര്യം ഗതികേടാ. ഞാൻ ഇത് നേരിട്ട് കണ്ടു. ഒരു സ്ഥലത്ത്, നമ്മുടെ തളിപ്പറമ്പിൽ, ആ സ്ഥലത്ത് ഞാനൊരു സുവിശേഷത്തിനുമ്പോൾ 2 തിയേറ്റർ പൂട്ടിപ്പോയി. തിയേറ്റർ പൂട്ടാൻ കാരണം ആ പരിസരത്തുള്ള കുറേ ആദിവാസി സഹോദരങ്ങളുണ്ടായിരുന്നു. ഇവരെ പറ്റിക്കാൻ ഏറ്റവും മ്ലേച്ഛമായ ഫിലിമുകൾ കാട്ടി ചെറുപ്പക്കാരെയൊക്കെ വഴിതെറ്റിക്കുക, പുറത്ത് മയക്കുമരുന്ന് കള്ളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ വലിയൊരു ഉണർവ് നടന്ന് സ്ഥിതിഗതികൾ അങ്ങോട്ട് മാറിയപ്പോൾ ചെറുപ്പക്കാരൊന്നടങ്കം യേശുവിനെ സ്വീകരിച്ചു വന്നു. ഒരു 200-300 പേര് കൂടുന്ന ചർച്ചുണ്ട്. ഈ ചർച്ച അങ്ങോട്ട് ശക്തിപ്പെട്ടപ്പോൾ തിയേറ്റർ പൊളിഞ്ഞു പോയി. മനസ്സിലായില്ല? അതവിടെ കിടപ്പുണ്ട്. എന്തായി പറഞ്ഞു വന്നേ? ഇപ്പം ഇന്നിവിടെ ഒരു ഉണർവുണ്ടായാൽ
അധർമ്മത്തിൻ്റെ ചില കേന്ദ്രങ്ങൾ ആത്മാവിൽ നമ്മൾ തകർക്കുക. ദുഷ്ടതയുടെ കേന്ദ്രങ്ങൾ, കള്ളവാറ്റ് കേന്ദ്രങ്ങൾ, ദുരാത്മ പ്രവർത്തനത്തിൻ്റെ മാന്ത്രിക ഇടങ്ങൾ ആത്മാവിൽ തകർക്കുന്ന ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടലാണ് ഇന്ന് രാത്രി സംഭവിക്കേണ്ടത്. ആരുണർന്ന് പ്രാർത്ഥിക്കും, ദൈവം അവൻ്റെ പ്രവൃത്തി ചെയ്യും. ആർക്കും വഴി തടയാനാവില്ല. പകരം ദിമിത്രിയോഫ് എന്നവൻ്റെ നേതൃത്വത്തിൽ ആളുകൾ പൗലോസിനെയും കൂട്ടരെയും വളഞ്ഞ് അടി അങ്ങ് തുടങ്ങി. ആര് ഡീസൻ്റ് ആയിരുന്നു, ചുമ്മാ അവിടെ ഇവിടെ അടിക്കുകയല്ല, കോൽക്കാരെ വരുത്തി അടിപ്പിച്ചെന്നു. അടിക്കാൻ അറിയാവുന്നതിനെ വിളിച്ചെന്നു. ഇല്ല ചുമ്മാ അവിടെ ഇവിടെ വന്ന് അടിക്കുന്ന പോലെ കാണിച്ചു പോകില്ല. കോൽക്കാരെ വരുത്തി അടിപ്പിച്ചെന്നു. വടിക്കുള്ള അടി. അടി കഴിഞ്ഞപ്പോൾ അവർ തന്നെ ക്ഷീണിച്ചു. അപ്പം ഈ പട്ടണമേനവൻ വേണ്ടപ്പെട്ടവരെല്ലാം ഇങ്ങ് വന്നു, ബഹളം കെട്ട് വന്നു. വന്നപ്പോഴൊരു ചോദ്യം, പൗലോസേ അടി കൊള്ളുകയും ചെയ്തു, സന്തോഷം. പക്ഷെ ഞാൻ ആരാന്നറിയോ? ചുമ്മാ കമ്പെടുത്ത് അടിക്കുന്നേ. ആളറിഞ്ഞ് കളിക്കണം. ആരാ ഞാനെന്നറിയണ്ടേ? റോമൻ പൗരൻ. അന്ന് ഈ റോമൻ പൗരത്വം എല്ലാവർക്കും കിട്ടില്ല. അപൂർവമായി മാത്രം കിട്ടുന്ന റോമൻ പൗരത്വമുണ്ട്. ഗവർണറും ബഹുമാനിക്കുന്ന പദവി അത്. അവർക്ക് ചില പ്രിവിലേജുകളുണ്ട്. പണ്ട് ബ്രാഹ്മൺസിന് ഇന്ത്യയിൽ കിട്ടിയതുപോലെ അവർക്ക് ചില പരിഗണനകൾ കൊടുത്തിരുന്നു. ഇതേ വിധത്തിൽ രാജാക്കന്മാർക്ക്, ക്ഷത്രിയർക്കുമൊക്കെ കൊടുത്തിരുന്ന പരിഗണനയില്ലേ, അതെല്ലാം 47 പോയി. വേറെ കാര്യം, ചിലർ ധരിച്ചിരിക്കുന്ന ഇപ്പോഴും അതൊക്കെ ഉണ്ടെന്നാ. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ വരുന്ന എങ്ങനെയാണെന്നറിയണ്ടേ? അമ്മ മഹാറാണി നാട് നീങ്ങി. ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം റദ്ദ് ചെയ്തതാണ് ഈ രാജകീയ പദവി. ഒരു നാടും നീങ്ങണ്ട, അങ്ങ് മരിച്ചാൽ മതി മര്യാദയ്ക്ക്. ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ അങ്ങ് മരിച്ചാൽ മതി. മനസ്സിലായില്ലേ? 47 ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടപ്പോൾ രാജാക്കന്മാർക്കൊക്കെ ഉള്ള ഇത്തരം പ്രിവിലേജസ് എല്ലാം എടുത്ത് കാട്ടിക്കളഞ്ഞില്ലേ? ഇപ്പം ഞാനും നിങ്ങളും രാജാവുമല്ല, ഒരുപോലെയാണ്. ഒരു മാറ്റവും ഇല്ല, ഒരു പ്രിവിലേജും ഇല്ല. പിന്നെ ചെറിയൊരു പെൻഷനൊക്കെ നമ്മൾ കൊടുക്കും. ജീവിച്ചു പോക്കോയിനാ, മര്യാദയ്ക്ക് അതൊക്കെ മേടിച്ച് ജീവിച്ചു പോയാൽ മതി. പഴയ പ്രതാപമൊന്നും എടുത്തുകൊണ്ട് വരരുത്, വിജയിക്കുകയില്ല. ഇതൊക്കെ മാറ്റിയത് എങ്ങനെയാണെന്നറിയണ്ടേ? ഭരണഘടന വന്നപ്പോൾ. ആളുകൾ നമ്മോടൊക്കെ പറയാറുണ്ട്, നമുക്ക് രാജ്യസ്നേഹമില്ല, രാജ്യത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ, അതിൻ്റെ പുരാതനത്വങ്ങളിലൊന്നും റെസ്പെക്റ്റ് ഇല്ല. എന്നേത്തോളം ഇല്ലെന്നുള്ളൊരു സത്യമാണ്. രാജ്യത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. പക്ഷെ അത് പണ്ടത്തെ ഇന്ത്യയോടല്ല, 47 ശേഷമുള്ള ഇന്ത്യ. പണ്ടത്തെ ഇന്ത്യയോട് ബഹുമാനം ഇല്ലാത്തതിൻ്റെ കാരണം നളന്തയും തക്ഷശിലയൊക്കെ ഉണ്ടായിരുന്നു. വിലപിടിപ്പുള്ള അറിവുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. നല്ല ചരകനെപ്പോലെ, ധന്വന്തരിയെപ്പോലൊക്കെ ഉള്ള വലിയ ഡോക്ടർമാരുണ്ടായിരുന്നു. കുഴപ്പം എന്താണെന്നറിയണ്ടേ? ഇതെല്ലാം മനുഷ്യർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. കുറേ പേര് ഈ സുഖം അങ്ങ് ആസ്വദിച്ചു, കിട്ടാത്തവന് കിട്ടിയില്ല. അപ്പോൾ അവന് കിട്ടിയെന്നോർത്ത് കിട്ടാത്ത എനിക്ക് അഭിമാനം തോന്നണമെന്ന് ആലോചിച്ച്. നിങ്ങൾ ബിരിയാണി കഴിച്ചു, കഴിക്കാത്ത ഞാൻ പറയാം സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് എല്ലാവർക്കും കൊടുത്തില്ല. ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം അത് കയ്യിൽ വെച്ചു. ഞാൻ പറഞ്ഞല്ല, ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ, ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അന്ന് അദ്ദേഹം അതായില്ല. 30കളിൽ ലണ്ടനിൽ വട്ടമേശ സമ്മേളനം നടക്കുക. വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ മഹാത്മജി പറഞ്ഞു, ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോകരുത്. പക്ഷെ അംബേദ്കറും പോയി, മുഹമ്മദ് അലി ജിന്നയും പോയി, പലരും പോയി. ചർച്ച മൂത്തപ്പോൾ അംബേദ്കർ വട്ടമേശ സമ്മേളനത്തിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളോട് പറഞ്ഞു, ഞാനും ചാമർ എന്ന് വിളിക്കുന്ന എൻ്റെ സമൂഹവും ഒരിക്കലും ഇന്ത്യയുടെ മുഖ്യധാരയിലുള്ളവരല്ല. ഞങ്ങളെ അങ്ങനെ കൂട്ടണ്ട. വി ആർ എ സെപ്പറേറ്റ് പീപ്പിൾ. ഇത് കേട്ട് സർ വില്യം മക്ഡൊണാൾഡ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു, മിസ്റ്റർ അംബേദ്കർ, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞാൽ ശരി. അത് ഏതാണ്ട് സ്ഥിരീകരിച്ചപ്പോൾ ഗാന്ധിജി പെട്ടെന്ന് പുറപ്പെട്ടു ഓടായി.
രണ്ടാം വട്ടമേശ സമ്മേളനം മുതൽ ഗാന്ധിജി ഉണ്ട്. ഗാന്ധിജി പറഞ്ഞ അങ്ങനല്ല, അംബേദ്കർ പറയുന്ന തെറ്റ്, അത് മുഴുവൻ എൻ്റെ ജനതയാണ്, ഒറ്റക്കെട്ട ഞങ്ങൾ. അംബേദ്കർ പറഞ്ഞ അല്ല. വാദം മൂത്ത് വന്നപ്പോൾ ബ്രിട്ടനിലെ പത്രങ്ങൾ ഇവർ തമ്മിലുള്ള തർക്കം അങ്ങോട്ട് എഴുതി വിട്ടു. അവിടെ എടാ മോനെ, ഗാന്ധിജി അംബേദ്കറും തർക്കിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? ഇവിടെ ശ്രദ്ധിക്കുക, ഇത് കേട്ടിട്ട് തർക്കിക്കുക കേട്ടോ. വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ വോളണ്ടിയർമാർ തമ്മിലുള്ള തർക്കമാണ്, നമ്മൾ ഇടപെടണ്ടാവട്ടെ. ബ്രിട്ടനിലെ പത്രങ്ങൾ ഇതങ്ങോട്ട് എഴുതി വിട്ടു. മഹാത്മജി ഒരു ഒത്തുതീർപ്പ് ഫോർമുല വെച്ചു, ഡോക്ടർ അംബേദ്കർ. നമ്മളിപ്പോൾ ലണ്ടനില്ല, നമ്മുടെ എതിരാളി ഈ സായിപ്പ. ഇവൻ നമുക്ക് സ്വാതന്ത്ര്യം തരാതെ എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ നോക്കുക. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാതൃരാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവൻ്റെ അടുത്ത് അങ്ങ് ചേർക്കണം, ഒരലയൻസ്. ബാക്കി തർക്കമൊക്കെ നമ്മൾ നാട്ടിൽ ചെല്ലട്ടെ. മാതൃരാജ്യത്തെ ഭിന്നിപ്പിക്കും അങ്ങീ പറയുന്നത്, നല്ല കാര്യം. പക്ഷെ അംബേദ്കർ പറഞ്ഞു നോ, എവിടെ എന്ത് മാതൃരാജ്യം? അങ്ങ് ഈ മാതൃരാജ്യം എന്ന് പറഞ്ഞ നാട്ടിലൂടെ എൻ്റെ പിതാവും സഹോദരങ്ങളും ഒക്കെ നടക്കുന്ന എങ്ങനെയെന്ന് പറയണ്ടേ? ഞാൻ സൂട്ടും ഓവർക്കോട്ടും ഇട്ട് ഞാനും താങ്കളും ഇവിടെ ഉണ്ട്. നാട്ടിലെത്തുമ്പോൾ അങ്ങ് അർദ്ധനഗ്നനായ ഫക്കീറാണ്. അങ്ങ് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെന്ന് പാവങ്ങളോട് തിടപഴകും. ഇതേ രൂപത്തിൽ ഞാൻ ഈ സൂട്ടുമൊക്കെ മാറ്റി തെരുവിലൂടെ എൻ്റെ അപ്പനും സഹോദരങ്ങളുമൊക്കെ നടക്കേണ്ട രീതി പറയാം. കഴുത്തിൽ ഒരു ചെറിയ കുടം കെട്ടണം, ചാമർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ. കഴുത്തിലൊരു ചെറു കുടം, അരയിലൊരു ചൂല്. എന്തിനാണെന്നറിയണ്ടേ? പോകും വഴിക്ക് ഉമിനീരുൽപ്പാദിപ്പിക്കപ്പെട്ടാൽ തുപ്പാൻ പ്രവണത വരുമല്ലോ മനുഷ്യന്, അത് വഴിയിൽ തുപ്പാൻ പാടില്ല. അത് നല്ല കാര്യം. പക്ഷെ കുഴപ്പം ചാമർ തുപ്പാൻ പാടില്ല, ബാക്കി ആർക്കും തുപ്പാം. അതുകൊണ്ട് തുപ്പലുണ്ടായാൽ തുപ്പാനുള്ളൊരു സെറ്റപ്പാണ് ഈ കുടം. ഇപ്പം ഈ കുടം കഴുത്തിൽ കെട്ടിയവനെ കണ്ടാൽ അറിയണം നീ ചാമറാണ്. ഈ ചൂലെന്തിനാണെന്നറിയണ്ടേ? നടന്നു പോകും വഴിയിൽ നമ്മുടെ കാൽപാദം പതിയും. അടയാളം വരുമല്ലോ, നമ്മുടെ ആത്മീയാത്രയുടെ പാട്ടുപുസ്തകത്തിൽ കാണുന്ന പോലെ രണ്ട് കാല്. ഇത് തിരിഞ്ഞു നിന്ന് ഈ ചൂലിന് തൂത്തു മാറ്റണം. ഓരോ സ്റ്റെപ്പും നടന്നിട്ട് തിരിഞ്ഞു നിൽക്കണം. മഹാത്മജി, ഈ എനിക്കെന്ത് അഭിമാനം നാടിനെപ്പറ്റി, ഞാൻ എന്തിനഭിമാനിക്കണം? വാദം മുറുകി. ഒടുക്കം മക്ഡൊണാൾഡ് ഇത് വീണ്ടും മാറ്റിവെച്ചു തീരുമാനം. അത് പിന്നെ ചെന്ന് തീർന്നത് പൂന കരാർ എന്നൊക്കെ പറയുന്ന സങ്കീർണ പ്രക്രിയയിലാണ്. എന്നാലും ഒരു കാര്യം കേൾക്കണം, ഈ ഭരണഘടന രൂപപ്പെടുന്ന കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അതിൻ്റെ ചെയർമാനാണ്. ആ കൂടെ ഒരു പാസ്റ്ററും ഉണ്ടാകും. അത് കേട്ടിട്ടില്ല പലരും അല്ലേ? ഇന്ത്യൻ ഭരണഘടന ഒരു പാസ്റ്റർ കൂടി പ്രാർത്ഥിച്ച് ആരംഭിച്ചാണ്. കേട്ടിട്ടില്ല? ആളിൻ്റെ പേര് റവറൻഡ് JJM നിക്കോൾസൺ റോയ്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആളാണ്. JJM നിക്കോൾസൺ റോയ്. റോയ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, അവിടെ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച, അതിനുശേഷം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ബിരുദം പാസ്സായ ഒരു അനുഗ്രഹീത ദൈവദാസനായിരുന്നു. അദ്ദേഹത്തോടൊരു അടുപ്പം വരാൻ കുറെ കൂടെ ഞാൻ ബന്ധം പറഞ്ഞു വരാം. നമ്മുടെ IPCയുടെ സ്ഥാപകൻ പാസ്റ്റർ K. എബ്രഹാം അവറുകളുടെ വിവാഹം നടത്തിയ ആളിൻ്റെ പേര് പാസ്റ്റർ ഖാൻ എന്നായിരുന്നു, ഒരു മുസ്ലിം കൺവേർട്ട്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട് നിന്നൊരു സഭയുടെ പേര് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് എന്നായിരുന്നു. ഈ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററായിരുന്നു JJM നിക്കോൾസൺ റോയ്. റോയ് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ തയ്യാറാക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഏതായാലും നമ്മളൊരു നല്ല കാര്യം തുടങ്ങല്ലേ, പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങാം.
അപ്പോൾ ഭരണഘടനാ സമിതി ഇരുന്ന ആൾക്കാർ പറഞ്ഞു, പിന്നെന്താ പ്രാർത്ഥിച്ചിട്ട്? അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനം പറഞ്ഞു, We request everything in the matchless name of our Lord and Savior Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇത് കേട്ട് അവിടെ ഇരുന്ന SV കാമത്ത് എന്നറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞു, ഈ കാണിച്ച് ശരിയായില്ല, അത് പിൻവലിക്കണം. പുള്ളി പറഞ്ഞു, ഇതായാലും ദൈവത്തിന് കൊടുത്തു പോയി, ഞാനെങ്ങനെ പിൻവലിക്കുന്ന? കഴിഞ്ഞു, ഇതങ്ങ് പോയി. ഞാൻ പറഞ്ഞ ദൈവം തിരിച്ചു തരുമല്ലോ, അത് പോയി, അടുത്ത് ചർച്ച ചെയ്യാം. ഇങ്ങനെയൊക്കെയാന്നേ ഈ ഭരണഘടന രൂപപ്പെട്ടതേ. നമുക്കാർക്കും ഇത് പങ്കില്ലെന്നാ ചിലരുടെ വിചാരം. ഇത് വിറ്റുപോലും പങ്കില്ലാത്തവനാ പറയുന്നത്. ഈ ഭരണഘടന തെരുവിലിട്ടൊന്ന് വിൽക്കാൻ പോലും ത്രാണിയില്ലാത്തവനാ പറയും നമുക്ക് പങ്കില്ലെന്ന്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ട ഭരണഘടന ഉള്ളപ്പോഴാണ് നമ്മൾ പൗരന്മാരായ, അല്ലെങ്കിൽ വെറും പ്രജകളായിരുന്നു. ഇപ്പം മനസ്സിലായോ? ഇനി രസകരമായ കാര്യം, ഈ ഭരണഘടനയ്ക്ക് പവർ നൽകുന്നത്, അതിൻ്റെ ആമുഖത്തിൽ പ്രയോഗമുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാരായ ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളുടെ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അങ്ങനെ എൻ്റെ ഹെഡിങ്. അങ്ങകലെ ലണ്ടനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അംബേദ്കർ പറഞ്ഞത്, എനിക്കൊരു മാതൃരാജ്യമോ? ഭരണഘടന എഴുതുമ്പോൾ അതങ്ങോട്ട് വെട്ടിമാറ്റിയിട്ട് അംബേദ്കർ തന്നെ പറയുക, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാരായ നമ്മളെന്ന്. മുഴുവൻ ജനതയെ ഏകോപിപ്പിച്ച ഇന്ത്യക്കാരൻ്റെ തത്വസംഹിതയുടെ പേരാണ് ഭരണഘടന. അത് വന്നതുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, മോഡിയെ വിമർശിക്കുന്നത്, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നത്, ഇഷ്ടപ്പെട്ടവൻ വോട്ട് ചെയ്യുന്നത്, 5 കൊല്ലം കഴിഞ്ഞ് വേണ്ടി വന്നാൽ മാറ്റി ചെയ്യുന്നത് ഒക്കെ എന്തുകൊണ്ടാ? ഭരണഘടന. മനസ്സിലായോ? ആ ഇന്ത്യയോട് നമുക്ക് ബഹുമാനം. പണ്ടത്തെ സ്ഥിതി എന്താ? ഓച്ചാനിച്ച് നിൽക്കണം ഇവിടെ ഈ രാജ്യത്ത്. മലയാളി ആദ്യമായി പണി ചെയ്തതിൻ്റെ കൂലി കിട്ടിയത് തിരുവനന്തപുരത്താണ്. ജോലിക്ക് കൂലിയില്ലെന്ന് പണ്ട്, അടിമപ്പണിയാണ്. കേണൽ മൺറോ കേരളത്തിൻ്റെ തിരാങ്കൂറിൻ്റെ ദിവാനായിരിക്കെ രാജാവിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഒരു വിശാല ഹൈവേ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വെട്ടുകയാണ്. രാജാവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇതെങ്ങനെ സാധിക്കും? തന്നെയല്ല, ഇവർക്ക് ഈ റോഡിനോട് താല്പര്യമില്ല. ഇവർക്ക് എന്തിനാ റോഡ്? നമ്മൾ തോളെ ചുമന്നുകൊണ്ട് പോകുന്നതിന് റോഡ് വേണം. നമ്മളിവരെ ഇങ്ങനെ എടുത്ത് കട്ടില്ലാത്ത കാടും പള്ളിയും കിടന്ന് പാവപ്പെട്ടവൻ ഇങ്ങനെ പോവുക, ഇവന്മാരവിടെ ഇരിക്കുക സന്തോഷത്തോടെ. എന്നിട്ടും മനുഷ്യരെന്ന് പറയാം പൊന്നു തമ്പുരാൻ്റെ സ്വത്തെന്ന്. ഒന്നുമല്ല, ഒരു പൊന്നു തമ്പുരാൻ്റെ അല്ല, പാവപ്പെട്ടവൻ പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ സാധനമാണ്. ഹല്ലേലൂയ, മണക്കണ്ട. ഞാൻ പറയാറുണ്ട്, ഒരാളോട് ചോദിച്ചൊരു കാര്യം, ഇവിടെ ഇതിഹാസവും വേദവും പുരാണവും ഒക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. വയലിൽ പണിയെടുത്തേ വയർ നിറയ്ക്കാൻ, അന്നമൂട്ടാൻ പണിയെടുത്തവനെ ബഹുമാനിച്ച ഒറ്റ മനുഷ്യൻ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടേ പറ. പണിയെടുക്കുന്നവനെ ബഹുമാനിച്ചോ? വഴി പണിയുന്നവനെ ബഹുമാനിച്ചോ? തെങ്ങിൽ കയറുന്നവനെ ബഹുമാനിച്ചോ? കൃഷിയില്ലേ, യോഗം കഴിഞ്ഞു പോകുമ്പോൾ വാരിക്കഴിക്കാൻ അന്നമുണ്ടാക്കുന്നവനെ, മത്സ്യം പിടിക്കുന്നവനെ, പണിയെടുക്കുന്നവനെ ആദരിച്ച ഒരു ഗുരുവിനെയും ഇന്ത്യയിൽ കണ്ടില്ല. എന്നുമല്ല, പണ്ടത്തെ കാര്യം കേട്ടോ, പിന്നൊക്കെ ഉണ്ടായി, ഒരാളെയും കണ്ടില്ല. ഇനി പോട്ടെ, പണിയെടുക്കുന്നവനെ എന്തോ കുറഞ്ഞ മനുഷ്യനായി കണ്ട നാടാ കേരളം. ഞാനതിന് പറയാറുണ്ട്, യോഗം കഴിഞ്ഞ് പാസ്റ്റർ നമുക്കെല്ലാം ഓരോ ചായ തന്നു എന്ന് സങ്കല്പിക്കുകയാകാവൂ, അത് വേറെ കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞും പോയി, ചായ കുടിച്ചിട്ട് നിങ്ങൾ ഈ ഗ്ലാസ് ഇവിടെ വലിച്ചെറിഞ്ഞു. ഗ്ലാസ് വലിച്ചെറിഞ്ഞ നിങ്ങളെ നാട്ടുകാരൻ വിളിക്കുന്ന സാറേന്നാ. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ചായ കുടിച്ചിട്ട് അങ്ങോട്ടിട്ടേ, സാറേ. അല്പം കഴിഞ്ഞൊരു പാവം മനുഷ്യൻ ഇത് പെറുക്കി ശേഖരിക്കാൻ വരും, അവനെ ഏതാണ്ട് കുറഞ്ഞവനായിട്ടാണ് കാണുന്നത്. മാലിന്യമുണ്ടാക്കിയവൻ സാറ്, അത് ശുദ്ധീകരിച്ചവൻ മോശപ്പെട്ടവൻ. ഇതാ നമുക്ക് പറ്റിയ പരാജയം. ഹല്ലേലൂയ. ചികിത്സയിലെല്ലാം വന്നത്
തിരുവനന്തപുരത്ത് ഒരു രാജാവ് പനി കൂടി കിടക്കുകയാണ്. പനി കൂടി കിടന്നപ്പോൾ ഈ ആയുർവേദവും പൊടി കലക്കിയതൊക്കെ കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. അവസാനം ഇംഗ്ലീഷ് ഡോക്ടർ വന്നൊരു സായിപ്പ് വരുമ്പോഴേ അങ്ങോട്ട് കേട്ടത്തില്ല, ഇങ്ങനെ നിൽക്കുക അയിത്തം. ഡോക്ടർക്ക് കാണാതെ മരുന്ന് കുറിക്കാനൊക്കെ ഒടുക്കം പറഞ്ഞ് അകത്ത് കയറിയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനൊന്ന് കൈ വെച്ചപ്പോഴേക്ക് ആളുകൾ ചൂടായി. ഭയങ്കര പ്രശ്നം. ഇതൊന്നും വേണ്ട, ഇറങ്ങാൻ പറഞ്ഞു. ഒരു ഡോക്ടറെ തള്ളി പുറത്തിറക്കി. അടുത്ത രസം, ഈ 103 ഡിഗ്രി പനി പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കട്ടിലോടെ എടുത്ത് കുളത്തി മുക്കി പൊക്കി അയിത്തം മാറാൻ. ഈ നാടാ നമ്മുടെ, മനസ്സിലാക്കിക്കോണം. എന്നിട്ട് പറയാ, ഇന്ത്യക്ക് പണ്ട് നല്ലൊരു ചരിത്രം ഉണ്ടായിരുന്നു, കൈ വെച്ചാൽ മതി. തൽക്കാലം എടുക്കുന്നില്ല, ഞങ്ങൾ എടുക്കുന്നില്ല, അതവിടെ വെച്ചോ. നിങ്ങൾക്ക് ഈ അവകാശാധികാരങ്ങൾ വന്നതേ പൗരനായപ്പോഴാണ്. പൗരൻ ചോദ്യം ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ഒക്കെ പറയണ്ട, നിങ്ങൾ ബൈബിള് യേശു സ്നേഹിക്കുന്നു, അത്താഴ സുവിശേഷം എന്നൊക്കെ പറഞ്ഞാൽ പോരെ, ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ? എല്ലാം ഞാൻ ശാന്തമായിട്ട് കേട്ടോ, ആ വീഡിയോ കിടപ്പുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, സാറ് പറഞ്ഞത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? സാറിത് പറഞ്ഞല്ലോ, എന്നെ ബൈബിള് പഠിപ്പിച്ചല്ലോ പ്രസംഗിക്കണ്ടേ, ഞാൻ ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കാം. പൗരൻ എന്ന നിലയിൽ എനിക്ക് കുറേ അവകാശമുണ്ട്, അതിനെതിരാണോ ഇത്? അല്ല. എന്നാൽ ഞാൻ പറയും, മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി. നിങ്ങൾ കേൾക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളല്ല കേട്ടോ. ഞാനിത് കൂട്ടിപ്പറഞ്ഞതിൻ്റെ കാര്യം, നാളെ വരുന്ന തലമുറ തലകുനിക്കാൻ പാടില്ല, ഈ ഗ്രന്ഥം ചുമന്നതിൻ്റെ പേര് കീഴടങ്ങാൻ പാടില്ല. ഇത് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച പരിവർത്തനത്തിൻ്റെ ഗ്രന്ഥമാണ്. പൗലോസ് ചോദിച്ചു, ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ അടിക്കുന്നത് വിഹിതമോ? ഇത് കേട്ട് ഗവർണർ ഭയന്ന് പോയിട്ട് പറയുക, നീ റോമാ പൗരനെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാനത് ഏറിയ ദ്രവ്യം കൊടുത്തു വാങ്ങി. പൗലോസ് പറയാ, ചേട്ടൻ പൈസ കൊടുത്താ വാങ്ങിയെങ്കിൽ ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. അപ്പൻ്റെ കാലം മുതൽ നല്ല പൈതൃകമുള്ള ആളാ. ഹല്ലേലൂയ. അങ്ങനെ രൂപപ്പെട്ടു വന്ന, ശക്തിപ്പെട്ടു വന്ന എഫെസോസ് സഭ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് അങ്ങോട്ടിരിക്കുമ്പോൾ കാലമേറൊക്കെ പൗലോസിൻ്റെ കാലത്ത് തന്നെ മറ്റൊരു ദൈവദാസൻ അവിടെ എത്തി. ആ ചരിത്രത്തിലുള്ള അത് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. ആദ്യ സ്നേഹം എന്താണെന്ന് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നം അത് കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുടെ കുഴപ്പമില്ല. അവർ എല്ലാവരെയും മയക്കി എടുത്തു നിന്ന് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ധരിച്ചു വരുന്നതാണ്. എനിക്കിത് പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു ആരോഗ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചേ സംസാരിക്കുകയുള്ളൂ. അല്ല, ഇത്രയും നല്ല സ്റ്റാൻഡ് കിട്ടിയല്ലോ. ഈയിടയ്ക്ക് ഓരോരുത്തി എന്നപ്പോൾ ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന്, ഞാനോർത്ത് ഇത് വാസ്കോഡ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വഴിക്ക് കൊണ്ടുവന്ന സാധനമാണ്, അതുപോലെ ഇരിക്കുകയാണ്. കാരണം എൻ്റെ ഉപയോഗമില്ല, പിന്നെ തവലക്കാരാകെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ തിരിച്ചു വരാം. ഞാൻ മറ്റൊരു വിഷയം പറഞ്ഞ് ഈ ആദ്യ സ്നേഹത്തെ ക്രോഡീകരിക്കാം. നമ്മൾ പ്രസംഗരും പാട്ടുകാരും ഒക്കെ വന്നിട്ട് പറയും ദൈവത്തിന് നന്ദി പറയാൻ, ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും അല്ലേ. ഞാനങ്ങനെ പറയാറില്ല. പറയുന്ന കുറ്റമൊന്നുമല്ല. സ്തോത്രത്തിനും സ്തുതിക്കൊക്കെ ആഹ്വാനം ചെയ്യുന്നത് തെറ്റാണോ? തെറ്റല്ല. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ, ഒരു വീട് മൊത്തം ജനലാണ്, എങ്ങനെ ഇരിക്കും? വീടിന് മൊത്തം ജനൽ, അത് ജയിലല്ലേ? ജയിലിന് പോലും ആ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കുറേ ജനാല, ഈ അഴി. ഇത് തുടക്കം മുതൽ അവസാനം വരെ യോഗത്തിന് വന്നുപോയി എന്നൊരു ഒറ്റ കുറ്റമേ നമ്മൾ ചെയ്തുള്ളൂ. ഇങ്ങനെ കൈ വെക്കണം, ഇങ്ങനെ കൈ വെക്കണം, കൈ അടിക്കണം, അടുത്തിരിക്കുന്നതിനെ നോക്കി കൈ കൊടുക്കണം. ഇവിടെ യോഗത്തിന് വന്നു എന്നൊരു തെറ്റേ നമ്മൾ ചെയ്തുള്ളൂ. എന്തുവായി? ഹല്ലേലൂയ. ഇനി നമ്മൾ മര്യാദയുടെ ഭാഷയെ പറഞ്ഞാൽ കക്ഷികൾ പറയാ പോരാന്നെങ്ങനെ അറിയാം? ചേട്ടനിതെങ്ങനെ കണ്ടുപിടിച്ച പോരാന്ന്? നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദത്തിൻ്റെ ആക്കം പോരുന്നോ, വൈബ്രേഷൻ പോരുന്നോ, എന്തോ പോരുന്നു? ചിലർ കുറെ കൂടെ കാലാപരമായിട്ട് പറയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ. മനുഷ്യന് വല്ലതും പറ്റുമോ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ? ഇതും നടക്കില്ല.
ശരിക്കും പറയാൻ നന്ദി പറയുന്നത് ശബ്ദത്തിൻ്റെ കനത്തിലല്ല, ഹൃദയത്തിൻ്റെ വിശാലതയിലാണ് അതിൻ്റെ പവർ. അപ്പോൾ ദൈവത്തിന് നന്ദി പറയണം. സത്യം. തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത്, അപ്പോൾ ഇത് ക്രോഡീകരിക്കാം. ദൈവം നിങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നന്ദി മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തോ ഒരു അബദ്ധമാണ്. ദൈവം അതിന് നമ്മളോട് കടപ്പെട്ടിട്ടുണ്ടോ? നമ്മളെന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തു, നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ തന്നെ മുതലാണ്. സ്തോത്ര കാഴ്ചയിട്ടത് ദൈവം തന്നത് നമ്മൾ അങ്ങോട്ട് വച്ചിട്ടാണ് ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ല, നമ്മളുണ്ടാക്കിയല്ല. ആട്, കാള, മൃഗം ഇതിനെയൊക്കെ കൊണ്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ തന്നെ മുതൽ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ വലിയ ആളാകാനൊന്നും ഇല്ല നമ്മൾ. പക്ഷെ ദൈവം നന്ദി പറയും. പിന്നെ ദൈവം നന്ദി പറഞ്ഞ ഒരു സന്ദർഭം പറഞ്ഞ് നമുക്ക് നിർത്താം. എപ്പോഴാണെന്നറിയണ്ടേ? ഒരു ദിവസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജെറുസലേമിലേക്കൊരു കാട്ടുകഴുതക്കുട്ടിയുടെ പുറത്ത് വരിക. കാട്ടുകഴുതക്കുട്ടിയും അതിൻ്റെ അമ്മയെയും കഴുതയുടെ പുറത്ത് കയറി വരിക. വൻ ജനാവലി, 10,000കണക്കിന് മനുഷ്യർ. ഫ്ലക്സ് അടിച്ചില്ല, നോട്ടീസ് അടിച്ചില്ല, സോഷ്യൽ മീഡിയ ഇല്ല, മൈക്ക് സൈറ്റ് ഇല്ല. 10,000 അണിനിരക്കുകയാണ് യാത്രയിൽ. അപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. കൂട്ടുകാരാ, താങ്കളിത് എവിടെ നിന്നാണ് വരുന്നത്? കാപർന്നഹൂമിൽ നിന്ന്. അത്ര അകലെന്നോ? എന്നെ അറിയില്ലല്ലേ? ഇല്ല. പറയാം. പണ്ട് ഈ ഗുരുനാഥൻ ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി ഒരു പക്ഷവാത രോഗി അതിനകത്തേക്ക് ഇറക്കിയത് കേട്ടിട്ടുണ്ടോ? സൗഖ്യം ഉണ്ട്. അത് ഞാനാ. കിട്ടിയ സൗഖ്യത്തിൻ്റെ സന്തോഷത്തോടെ ഗുരുവിൻ്റെ പടപ്പുറപ്പാടിലൊപ്പം ഒന്ന് കൂടാൻ വന്ന തൊട്ടടുത്തേക്ക് ആളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഈ ചേട്ടൻ്റെ വീടാണ് പൊളിച്ചേ, പുള്ളിയുണ്ട് കൂടെ. അപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കുന്നവരെ കാണിച്ചിട്ട് പറഞ്ഞു, അന്ന് വന്ന് സൗഖ്യമായ നാനാവ്യാധിക്ക് അടിമപ്പെട്ടവരാ ഈ വരുന്നേ. മറ്റൊരാളെ കാണിച്ചിട്ട് പറഞ്ഞു, പിറവിക്കുരുടനാ, സൗഖ്യം കിട്ടിയിട്ട് വരിക. അങ്ങനെ വൻ ജനാവലി യെരുസലേമിനെ കടിക്കുന്നപ്പോൾ ഹെരോദാവിൻ്റെ കൊട്ടാരം നടുങ്ങി. പീലാത്തോസ് അത്ഭുതപ്പെട്ടു. യഹൂദന്മാർ മുഴുവൻ കിടുങ്ങി. അവർക്ക് മനസ്സിലായി ഇവൻ്റെ പിന്നിൽ ആളുകൾ അണിനിരന്ന് കഴിഞ്ഞു. സംഗതിയൊക്കെ കൊള്ളാം. ഇതൊന്നും ഒരു പ്രശ്നമല്ല. കഷ്ടിച്ചേതാനും ദിവസങ്ങളോ നിമിഷങ്ങളോ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാൻ പീലാത്തോസ് ഉത്തരവിട്ടു. ക്രൂശും ചുമന്ന് നടന്നു പോകുന്ന യേശുവിൻ്റെ കൂടെ കാപർന്നഹൂമിലെ സൗഖ്യക്കാരൻ ഉണ്ടോ? വീട് പൊളിച്ചു മാറ്റി സൗഖ്യം കിട്ടിയ ആ കുടുംബനാഥനുണ്ടോ? യായിറോസ് ഉണ്ടോ? യായിറോസിന്റെ മകളുണ്ടോ? ബെഥാന്യയിലെ ലാസറുണ്ടോ? പിറവിക്കുരുടനുണ്ടോ? ബർത്തലോമായി ഉണ്ടോ? 10 കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവരുണ്ടോ? ആശ്വാസം കിട്ടിയ സക്കായി ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ പ്രകടനത്തിന്റെ ശബ്ദത്തിൽ ആരവാരങ്ങൾക്കൊപ്പം കൂടാൻ 10,000 കിട്ടും, ക്രൂശിന്റെ കൂടെ കൂടാൻ അധികം പേരെ കിട്ടില്ല. ഇന്ന് നിങ്ങളിൽ ചിലരെ ക്രൂശിന്റെ കൂടെ കൂട്ടാനാ ഞാനീ വന്നത്. പ്രകടനം നടക്കട്ടെ, പ്രോഗ്രാം നടക്കട്ടെ, സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയായി നടക്കട്ടെ. അവൻ കണ്ണീരൊടുക്കി തല്ലി വാങ്ങി കടന്നുപോയി നിണംപുരണ്ട മണ്ണിലൂടെ എനിക്കുമൊന്ന് പോണം എന്ന് ആഗ്രഹിക്കാൻ ചിലരെ ഒരുക്കിയെടുക്കുന്ന പ്രക്രിയ ഈ സുവിശേഷ യോഗം. ഇനി വരും കാലഘട്ടത്തിൽ ഇന്ത്യ കാത്തിരിക്കുന്നൊരു മിനിസ്ട്രി, ആ ത്യാഗസന്നദ്ധമായി ക്രൂശ് ചുമക്കാൻ കെൽപ്പുള്ളവരുടെ ഒരു ശുശ്രൂഷ. അതിന് ചിലർ ഇന്ന് സന്നദ്ധരാകണം. പറയാം. സഹോദരങ്ങളെ, നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഈ ആകതിലെ കുരിശ് അപ്പാടെ തോളെ വെച്ചുകൊണ്ടുള്ള യാത്രയൊന്നുമില്ല. ആർക്കോ പറ്റിയൊരബദ്ധമാണ്. ഒന്നാമത് ഈ കുരിശ് തന്നെ ചതുരമല്ല, തടി ഇങ്ങനെ ആശാരി വന്ന് പണിത് വൃത്തിയാക്കൊന്നുമില്ല. ഉരുളൻ തടി മുറിച്ചെടുത്തുകൊണ്ട് വരിക. 2 ഭാഗമാണ്, ഒരു സ്റ്റെമ്മ്, ഒരു വിലങ്ങൻ തടി. സ്റ്റെമ്മിന് പറയും സിംപ്ലക്സ്,
വിലങ്ങൻ തടിക്ക് പറയും പാറ്റീബുലം, ഒരു ഉരുണ്ട തടിയാ. ഇതെടുത്താ തോളിൽ വെക്കുന്നത്. ഇത് തന്നെ കൊണ്ടു നടക്കാൻ പാടാ. എന്നിട്ട് ഇത് രണ്ടും കയറ് കൂട്ടി കൈയോട് ചേർത്ത് കെട്ടും. ആണി അടിച്ചൊന്നും ബലപ്പെടുത്തുകയല്ല. അവിടെ ചെന്ന ഈ കയറഴിച്ച് വിലങ്ങൻ തടിയോട് ചേർത്ത് കെട്ടും. ആ തടി വേറെ ആളുകൾ നേരത്തെ എത്തിക്കണം. ഇതതിൻ്റെ രീതി. തലയിൽ മുൾക്കിരീടം, പുറത്തൊരങ്കി, അടിച്ചടിച്ച് പുറവും അകവും ഒരുപോലെ ഛിന്ന ഭിന്നമാക്കി രക്തമിറ്റിറ്റ് വീഴുന്നൊരു ശരീരം. ആ തോളിലേക്ക് ക്രൂശെടുത്ത് വച്ചപ്പോൾ സമയത്തിൽ അങ്ങ് എത്തത്തില്ല. ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന് വിഷമിച്ചിട്ടേ ഇതൊന്ന് ചുമക്കാൻ ആളിനെ കിട്ടുമോ നോക്കുക. എല്ലാവരും മാറിക്കളഞ്ഞു. കാരണം ഇവരുടെ നാട്ടിലെ അന്ധവിശ്വാസം, ക്രൂശിക്കപ്പെട്ടവൻ്റെ ഉത്തരവിട്ടാൽ ആ ക്രൂശിൽ നമ്മൾ തൊട്ടാൽ നമ്മുടെ കുടുംബത്തിന് ശാപം വരും. ഇത് ദണ്ഡന മരമാ, ശാപസ്തംഭം. നമ്മുടെ വീട്ടിൽ ഒരാൾ ഇതുപോലെ മരിക്കും, തൊട്ടവനൊക്കെ അനർത്ഥം. അതുകൊണ്ട് ആളുകൾ മാറിപ്പോയി. വയലിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന കുറേന്യക്കാരനായ ശിമോൻ എന്നൊരുത്തനെ കണ്ടു. താനിവിടെ വാ, ഇതെടുക്ക്. അവനെടുക്കേണ്ട കാര്യമില്ല, കാരണം അയാൾ വേറൊരുത്തൻ്റെ അടിമയാണ്. യജമാനെ, എനിക്കൊരു യജമാനനുണ്ട്, എനിക്ക് പോണം. വചനം പറയുന്നു, വളരെ അവനെ നിർബന്ധിച്ചു. 3 സുവിശേഷത്തിൽ പറയുന്നു. എടുക്കാം, എന്നാ എടുക്കാം. ക്രൂശിക്കാൻ നിർത്തിയ കുറേ പേരുണ്ട്. ഇവർക്കെല്ലാം ഒരു പ്രശ്നമുണ്ടേ. സമനില വിട്ടൊരനുഭവത്തിൽ ഇവർ ഉദ്യോഗസ്ഥരെ ചീത്ത പറയും. നമ്മൾ കണ്ടില്ല, പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പോലീസിനെ ആക്രമിക്കുന്നത്. സമനില തെറ്റി നിൽക്കുക. അവർ ഭരണകൂടത്തെ ചീത്ത പറയും, പുലഭ്യം പറയും, പലതും പറയാൻ നിൽക്കുക. ഈ കൂടെ ഒരു കൊടും കുറ്റവാളിയുടെ മരക്കുരിശ് തൻ്റെ തോളിലേക്ക് വെക്കാൻ പോകുന്നു എന്നുള്ള ചിന്തയോടെ ശിമോൻ ഈ തല താഴ്ത്തിക്കൊടുത്ത് ഒന്ന് പതറി നോക്കിയപ്പോൾ അപ്പുറത്ത് മുൾക്കിരീടധാരിയായി തേജോമയനായ ദൈവപുത്രൻ, ആരോടും പകയില്ലാതെ 1000 സൂര്യചന്ദ്രന്മാരെ വെല്ലുന്ന തേജസ്സോടെ പ്രഭയോടെ അവനെ നോക്കി പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടരികിലൊരു ബോർഡും പിടിച്ചൊരുവൻ അങ്ങ് കൊണ്ട് ആണി തറയ്ക്കാനാ. നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ഗുരു, നിന്റെ കുരിശാണ് ചുമക്കണ്ടേ, ഒരു പാപവും ചെയ്യാത്ത നിന്റെ കുരിശ് ഈ തോളിൽ വെച്ചോ. ആ തോളിലേക്ക് വെച്ച് കയറ് കെട്ടി അവൻ പതുക്കെ നടക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് തട്ടി, കൂട്ടുകാരാ, മതി, നീ ഇനി എടുക്കണ്ട, ഇങ്ങോട്ട് വെച്ചട്ടെ. തോളങ്ങോട്ട് വെച്ച് അവനോടിങ്ങനെ ചേർന്ന് നിന്ന് ആ ക്രൂശ് തൻ്റെ തോളിലേക്ക് വെക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കർത്താവ് കാതിലും വെടിഞ്ഞിട്ടുണ്ട്. നന്ദി കൂട്ടുകാരാ, നന്ദി. ഈ ശബ്ദം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടോ നിങ്ങൾ? ക്രൂശ് ചുമന്നെങ്കിലേ കേൾക്കാൻ പറ്റൂ. വീടുണ്ടാക്കുന്നതിനേക്കാൾ, വാഹനം വാങ്ങുന്നതിനേക്കാൾ, ഭൗതിക അഭിവൃദ്ധിയേക്കാൾ ശ്രേഷ്ഠം യേശുവിൻ്റെ ഈ ക്രൂശൊന്ന് ചുമക്കാൻ. അതിന് ചെറുപ്പക്കാർ ഇന്ന് രാത്രി തയ്യാറെടുക്കണം. എനിക്ക് യേശുവിൻ്റെ ക്രൂശ് ചുമക്കണം, മറ്റൊന്നുമല്ല എൻ്റെ ആഗ്രഹം. ഈ തോളതിനുള്ളതാ. തോളിൽ നീ മരമുരഞ്ഞ് അവൻ്റെ പുറത്തൊരു പാട് വീണു. അയാൾ വീട്ടിലെത്തി. ഭാര്യ കണ്ടു ഇങ്ങനെ പിടഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവനെ. ഭാര്യ ചോദിച്ചു കാണും, യജമാനൻ തല്ലിയോ? അങ്ങക്ക് എന്താ പറ്റിയേ? മക്കൾ ഓടി വന്നു, പപ്പയ്ക്ക് എന്തു പറ്റി? യജമാനൻ തല്ലിയോ ചാട്ടയ്ക്ക്? പാപ്പ പറഞ്ഞു, മക്കളെ, യജമാനൻ തല്ലുമ്പോഴൊക്കെ എൻ്റെ മുഖഭാവം ഇതല്ലല്ലോ. നിങ്ങൾ സൂക്ഷിച്ചു നോക്ക്, പപ്പയ്ക്ക് എന്തൊരു സന്തോഷം, എന്തൊരു ചാരിതാർത്ഥ്യം. ക്രിസ്തുനിമിത്തം ത്യാഗം സഹിക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം. ഈ മനുഷ്യന് കിട്ടിയ സംതൃപ്തി എന്താണെന്നറിയണ്ടേ? 5 അപ്പം പൊലിപ്പിച്ച് വർദ്ധിപ്പിച്ച് 1000 ഭക്ഷിച്ചപ്പോൾ അവർക്കൊരു സംതൃപ്തി കിട്ടി. ഞാൻ പറയും, അതിലും സംതൃപ്തിയാ ക്രൂശ് ചുമന്നവന് കിട്ടിയേ.
അപ്പം തിന്നതിനേക്കാൾ, സൗഖ്യം കിട്ടിയതിനേക്കാൾ, കണ്ണിന് കാഴ്ച കിട്ടിയതിനേക്കാൾ, മുടന്തു മാറിയതിനേക്കാൾ, ട്യൂമർ മാറിയതിനേക്കാൾ, ക്യാൻസർ മാറിയതിനേക്കാൾ, തലവേദന മാറിയതിനേക്കാൾ, ജീവൽ പ്രതിസന്ധി മാറിയതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യം യേശുവിൻ്റെ ക്രൂശ് ചുമന്നത്, അരിമനാഥൻ്റെ ക്രൂശ് ചുമന്നത്. ആ സന്തോഷത്തിൽ നിന്നിട്ട് പറയുക, ഞാനൊരുവൻ്റെ ക്രൂശ് ചുമന്നു, ക്രൂശ് ചുമന്നു. കഥയെല്ലാം കേട്ടപ്പോഴവരെ ആ മുറിപ്പാടിൽ തൊട്ട് വന്നിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. അതവിടെ നിർത്താം. കാലമേറെ കഴിഞ്ഞ് ഈ മനുഷ്യൻ്റെ 2 കുട്ടികൾ, ഒരുത്തൻ്റെ പേര് രൂഫോസ്, ഒരാളുടെ പേര് അലക്സാണ്ടർ. ഈ രൂഫോസ് ആരായിന്ന് അറിയണ്ടേ? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എഫെസോസ് സഭയുടെ പരമാധ്യക്ഷൻ. ചർച്ചങ്ങ് വളർന്നു. സഭയുടെ പരമാധ്യക്ഷൻ ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് അറിഞ്ഞു, ആ സഭ ഇന്ന് നയിക്കുന്നത് അപ്പല്ലോസ് നട്ടു, ഞാനാ നനച്ചത്, കർത്താവ് വളരുമാറാക്കി. ഇന്നൊരുവൻ ആത്മനിയോഗത്താൽ അതിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. അവനെ വിളിച്ച് പേർ ചൊല്ലി വിളിച്ചിട്ട് പറയുക, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്, അവന് വന്ദനം ചൊല്ലി. അവൻ്റെ അമ്മയായ എൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം. സന്തോഷം തന്നിരണ്ടേ? രൂഫോസ്, താങ്കൾ ഏത് സെമിനാറിലാണ് പഠിച്ച അധ്യക്ഷനാകാൻ? ആരാ ഗുരു? അപ്പൻ പുരോഹിതനായിരുന്നോ? 100 ചോദ്യം നമ്മൾ ചോദിച്ചാൽ പറയാം, അല്ല. വയലിൽ പണിയെടുത്ത് ക്ഷയം പിടിച്ച് യജമാനൻ്റെ ചാട്ടയടി കൊണ്ട് ചോര തുപ്പി മരിക്കേണ്ട എനിക്ക് ഇവിടെ വരാനൊരു യോഗ്യതയില്ല. കൃപയാലത്രേ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവൃത്തികൾ കാരണമല്ല. ഈ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ നിന്ന് സഭ കാലമേറെ കഴിഞ്ഞ് ആ ശുഷ്കാന്തി നഷ്ടപ്പെടുത്തി ചെറിയ കുറവുകൾ അവരിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു കൊടുക്കുക, മക്കളെ, ആദ്യ സ്നേഹം വിട്ടുപോയ കുറവ് അത് യേശു നിങ്ങളിൽ കാണുന്നു. നമുക്കൊന്ന് തിരിച്ചു നടക്കണം. ഇന്ന് രാത്രി കണ്ണുകളടച്ചേ. ഒരു തിരിച്ചുവരവിന് മനസ്സുണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷം, ഒറ്റയ്ക്ക് പോയി യേശുവിനെ സാക്ഷിച്ചതിലെ സന്തോഷം, പാതി വഴിക്ക് എവിടെയോ ദുഷ്ടൻ പിച്ചു ചിന്തി സന്തോഷത്തെ കെടുത്തിയ ഇന്ന് വിട്ടിരിക്കുന്നതെങ്കിൽ തിരിച്ചു പിടിക്കാൻ കിട്ടിയ ഈ സുവർണവസരത്തിൽ പറയണം, അതിനൊറ്റ വഴി, എനിക്ക് നിന്റെ ക്രൂശ് ചുമക്കണം. നിന്റെ ക്രൂശെടുത്ത് നിന്നെ അനുധാവനം ചെയ്യണം. ക്രൂശാണ് എൻ്റെ ശക്തി, ക്രൂശാണ് എൻ്റെ ചേതോ വികാരം. എനിക്ക് ക്രൂശ് ചുമക്കണം. മറ്റെന്തിലുപരി അങ്ങയെ സ്നേഹിക്കണം. ഈ ക്രൂശ് ചുമക്ക ആത്മസമർപ്പണമുള്ള ചില പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു. 1600-ലധികം നമ്മുടെ സമചിത്തങ്ങൾ ജയിലറകളിൽ കിടക്കുമ്പോൾ നമുക്ക് ഇവിടുന്നുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ക്രൂശ് ചുമക്കാൻ ഞങ്ങളും. ക്രൂശ് ചുമക്കാൻ ആരുണ്ട്? ലാഭേച്ഛ കൂടാതെ ക്രൂശ് ചുമക്കാൻ യേശുവിനൊപ്പം നിൽക്കാൻ, അകത്തും പുറത്തും ഏതെങ്കിലും അളവിൽ യേശുവിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ, ആ ക്രൂശോട് ചേർന്ന് നിൽക്കാൻ, യേശുവിനായി പാടാൻ, യേശുവിനായി പ്രസംഗിക്കാൻ, യേശുവിനായി സാക്ഷിക്കാൻ ആത്മസമർപ്പണം ചെയ്ത എത്ര പേരിന്ന് രാത്രിയുണ്ട്? കരമുയർത്ത, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ചില യൗവനക്കാർ കരമുയർത്തുന്നു, ചില സഹോദരങ്ങൾ കരമുയർത്തുന്നു, ചില സഹോദരിമാർ കരമുയർത്തുന്നു, കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നു. കരങ്ങളെ താഴ്ത്തിയിട. ദൂരത്ത് വചനം കേട്ടവർക്കിടയിൽ, വീടുകളിൽ നിന്ന് വചനം കേട്ടവർക്കിടയിൽ എനിക്കായി പ്രാർത്ഥിക്കണം. എനിക്ക് ക്രൂശിനെ ധ്യാനിക്കണം. ക്രൂശിക്കപ്പെട്ടവൻ്റെ ഒപ്പം സഞ്ചരിക്കണം. ഈ മനസ്സുള്ളവർ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ രാത്രി തിരി മുമ്പാകെ വരുന്നു. ആദ്യ സ്നേഹം വിട്ടുപോയ ജീവിത കുറവുകളെ ചികിത്സിച്ച് ജയമെടുത്ത് യേശുവിനെ അനുഗമിപ്പാൻ ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ തരുന്നു. യേശുവിൻ്റെ രക്ഷകർത്തൃത്വം അംഗീകരിച്ച് ഒരാളെങ്കിലും അകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ നീ തൊട്ട് സൗഖ്യമാക്കി മടക്കി വരും.